ാണ് അത് സൂറ 22-ന്റെ 53. നോട്ട് ചെയ്തോളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ. 52 നോക്കാം, 53 നോക്കാം. സൂറ 22-ന്റെ 53. ഇതിൽ പറയുന്നത് സൂറ 22-ന്റെ 52. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇംഗ്ലീഷിൽ വായിക്കുന്നില്ല, മലയാളത്തിൽ വായിക്കാം. നിനക്ക് മുമ്പ്, അതായത് നബിയോടായിരിക്കും പറയുന്നത്, നിനക്ക് മുമ്പ് ഏതൊരു ദൂതനെയും പ്രവാചകനെയും നാം അയച്ചിട്ട് അദ്ദേഹം ഓതി കേൾപ്പിക്കുന്ന സമയത്ത് ആ ഓതി കേൾപ്പിക്കുന്ന കാര്യത്തിൽ പിശാച് ചെലുത്തിവിടാതിരുന്നിട്ടില്ല. എന്താണ് ചെലുത്തിവിടുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബ്രാക്കറ്റില് ഈ പരിഭാഷകന്മാര് കുത്തിക്കയറ്റി തന്റെ ദുർബോധനം ചെലുത്തിവിടാതിരുന്നിട്ടില്ല. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായല്ലോ. പിശാച് തന്റെ ദുർബോധനം ചെലുത്തിവിടാതിരുന്നിട്ടില്ല. ഈ ദുർബോധനം എന്നുള്ള വാക്ക് എഴുതാൻ അള്ളാഹു മറന്നുപോയി. എനിവേ, എന്നാൽ പിശാച് ചെലുത്തിവിടുന്നത് അള്ളാഹു മായ്ച്ചു കളയും. പുള്ളി അവിടെ ഇറേസറും കൊണ്ടിരിക്കുകയാണ്. മായ്ച്ചു കളയുകയും എന്നിട്ട് അള്ളാഹു തന്റെ വചനങ്ങളെ പ്രബലമാക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്, പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ 52-ലെ ഈ വാക്യമനുസരിച്ച് അള്ളാഹു അയച്ച പ്രവാചകന്മാരെ എല്ലാവരും അവര് ഓതി കേൾപ്പിക്കുകയായിരുന്നു. അള്ളാഹുവിന് മുമ്പുള്ള, അതായത് മുഹമ്മദിന് മുമ്പ് അള്ളാഹു അയച്ച പ്രവാചകന്മാരുടെ പണി എന്തായിരുന്നു? അവർ ഓതി കേൾപ്പിക്കുകയായിരുന്നു. ഏത് പ്രവാചകനാണ് ഓതി കേൾപ്പിച്ചതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഈ ഓതുന്നതിനിടയ്ക്ക് പിശാചിന് വേറെ പണിയൊന്നുമില്ലല്ലോ. പിശാച് ഓടി ചെന്നിട്ട് ആ പറയുന്നതിനിടയ്ക്ക് കയറിയിട്ട് അവന്റെ വർത്തമാനം പറയും. ദുർബോധനം. ഓക്കെ, അപ്പൊ ഈ വായിലേക്ക് ദുർബോധനം കയറ്റിവിടുന്ന സമയത്ത് ഈ പറയുന്ന ആൾക്ക് തിരിച്ചറിയത്തില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ഒരു ഗതികേടാണത്. പിശാചാണോ കയറ്റിവിടുന്നത് വായിലേക്ക്, അള്ളാഹു ആണോ എന്നുള്ള വിവരം അവർക്ക് ഒട്ടും അറിയില്ല. അവർക്ക് അറിയാനൊരു സാധ്യതയില്ല. എന്നിട്ട് അള്ളാഹു പിന്നെ കറക്ഷന് വരും, ഇറേസറും കൊണ്ട് വരും. അത് പറഞ്ഞത് മാറ്റിയിട്ട് ഞാൻ അതിനേക്കാളും ഭയങ്കര പ്രബലമാക്കി, ഭയങ്കര സാധനം അതിന്റെ മുകളിൽ ഞാൻ ഓവർ റേറ്റ് ചെയ്യാനായിട്ട് തരും എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. പക്ഷെ 53, സൂറ 22, അതിന്റെ 53 നോക്കിയാൽ ആ പിശാച് ആര്? ആ പിശാച് തന്നെ കുത്തിച്ചെലുത്തുന്ന കാര്യത്തെ, അതായത് ഇവര് ഓതി കേൾപ്പിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ വായിന്ന് പറഞ്ഞു കേട്ടത് ആരാണ് വന്നിവിടെ പറയുന്നത്? ജിബ്രീൽ ഇവർക്ക് ഓതി കൊടുക്കുകയാണ്. എന്നിട്ട് ഇവരുടെ വായിൽ കൂടി ഓതുകയാണ്. അതിനിടയ്ക്ക് അപ്പുറത്ത് നിന്ന് ഇബ്ലീസും വായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ പിശാച് കുത്തിച്ചെലുത്തുന്ന കാര്യത്തെ, ഇപ്പോ പിശാച് കുത്തിച്ചെലുത്തി മുഹമ്മദിന്റെ വായിൽ കൂടിയിട്ട് കാര്യം പറഞ്ഞു. ആ കാര്യത്തെ ഹൃദയങ്ങളിൽ രോഗമുള്ളവർക്കും ഹൃദയങ്ങൾ കടുത്തുപോയവർക്കും ഒരു പരീക്ഷണം ആക്കി തീർക്കുവാൻ വേണ്ടി അത്രേ അത്. അപ്പോ മുഹമ്മദ് എന്ന പ്രവാചകന്റെ വായിലേക്ക് പിശാച് കുത്തിക്കയറ്റി അയാളെ കൊണ്ട് പറയിപ്പിച്ച ആ ആയത്തുകൾ എന്താണ്? അതിനെ ആരാണ് ഉപയോഗിക്കാൻ പോണത്? അള്ളാഹു അതിനെ എടുത്തൊരു ഉപയോഗമുണ്ട്. എന്താണ് ഉപയോഗം? ഹൃദയങ്ങളിൽ രോഗമുള്ളവർക്കും, ഹാർട്ട് ഡിസീസ് ആയിരിക്കും, അല്ലെങ്കിൽ കൺജസ്റ്റീവ് ഹാർട്ട് ഡിസീസ്, ബ്ലോക്ക്, ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അൻജൈന പെക്ടോറിസ്, ഹോൾ ഇൻ ദ ഹാർട്ട്, ഇങ്ങനെ അനേക രോഗങ്ങളുണ്ട് ഹൃദയത്തിന്. അപ്പൊ ഹൃദയത്തിൽ രോഗമുള്ളവർക്കും, പിന്നെ ആർക്കാണ്? ഹൃദയങ്ങൾ കടുത്തുപോയവർക്കും, ഹൃദയത്തിന് വല്ല ഫൈബ്രോസിസും ബാധിച്ചിട്ട് ഫൈബ്രസ് ടിഷ്യൂ കൊണ്ട് നിറച്ച് ഹാർട്ട് മുഴുവൻ നൊഡ്യൂൾസും ഒക്കെ ആയിട്ട്
രോഗമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഒരു പരീക്ഷണമാക്കി തീർക്കുവാൻ വേണ്ടി അത്രയാണ്. അപ്പൊ അള്ളാഹു ഇതെല്ലാം വേണമെന്ന് വെച്ചിട്ടേ കരുതിക്കൂട്ടി ചെയ്തതാണ്. ജിബ്രീലിനെ അയച്ച് നീ പോയിട്ട് ഇന്ന കാര്യം പറയടാന്ന് പറഞ്ഞയച്ചു. അതേ സമയത്ത് ഇബ്ലീസിനെ ഏൽപ്പിച്ചു, നീയും ഇടയിൽ കുത്തിക്കേറ്റുന്നു. എന്നിട്ട് എന്റെ പ്രവാചകൻ ഇതൊക്കെ പറയണം. പറഞ്ഞു കഴിയുമ്പോ ഇനി ഹൃദയത്തിൽ ആർക്കൊക്കെയാണ് ഹാർട്ട് ഡിസീസ് ഉള്ളത്, ആർക്കൊക്കെയാണ് ഫൈബ്രോസിസ് ഉള്ളത് ഹാർട്ടില്, അവരെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇത് ഉപയോഗിക്കും. എങ്ങനെയുണ്ട് സത്യ ബ്രദറെ? അള്ളാഹുവിന്റെ ഒരു ബുദ്ധി വെറുതെയാണോ യുക്തിമാനാണെന്ന് പറയുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം സിസ്റ്റർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? പിശാചിന് മുഹമ്മദിന്റെ വായുടെ മേൽ അധികാരം ഉണ്ടായിരുന്നു. മുഹമ്മദിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന് പോലും തടുക്കാൻ കഴിഞ്ഞില്ല. ജിബ്രീൽ ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞ കാര്യമാണ് ഇയാൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് കയറി പിശാച് കുത്തിച്ചൊലുത്തി ഇട്ടുകൊടുത്തത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജിബ്രീലിന് ഇബ്ലീസിനെ തടയാൻ കഴിഞ്ഞില്ല, അള്ളാഹുവിന് തടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോ ഇബ്ലീസ് പറഞ്ഞതെല്ലാം പുള്ളി എഴുതി വെച്ചു. പുള്ളി എഴുതി വെച്ചിട്ട് എന്ത് ചെയ്തു? അള്ളാഹു പിന്നെ അത് വന്ന് മായ്ക്കാൻ നിൽക്കുകയാണ്. അള്ളാഹു എപ്പോഴും വരുന്നത് കറക്ഷൻ, എന്താണ് പറയുക, ഡാമേജ് കൺട്രോളിന്റെ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോ ഈ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോ ഈ ഇബ്ലീസ് ഭയങ്കര ആളാണ്. മുഹമ്മദിന് ചില ആയത്തൊക്കെ ഓതിക്കൊടുത്തു. ഈ ആയത്ത് അള്ളാഹു പിന്നെ മായ്ച്ചു കളഞ്ഞു, ഇറേസറിട്ട് മായ്ച്ചു കളഞ്ഞു. പക്ഷേ മായ്ച്ചു കളഞ്ഞെങ്കിലും അതിപ്പോഴും ഖുറാനിൽ കിടപ്പുണ്ട്. അതാണ് അതിലൊക്കെ രസം. ആ ആയത്ത് ഇപ്പോഴും ഖുറാനിൽ കിടക്കുകയാണ്. അപ്പോ ഒരു ഇബ്ലീസ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ശത്രു വായിലേക്ക് തള്ളിക്കയറ്റി കൊടുക്കുന്ന വാക്യങ്ങളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു മുഹമ്മദ്, എന്നാ അവനെ തടുക്കാൻ കഴിയാത്ത ഒരല്ലാഹു, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മുഹമ്മദ് പൂർണ്ണമായും പിശാചിന്റെ പിടിയിൽ തന്നെ ആയിരുന്നു. മുഹമ്മദിന് സിഹർ എന്ന് പറഞ്ഞ പിശാചിന്റെ ഉപദ്രവം കണ്ടിന്യൂസ് ആയിട്ട് ബാധിച്ചിരുന്നു. ഇത് ഞങ്ങൾ പറയുന്നതല്ല, സ്വന്തം ഭാര്യ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമല്ലേ, ആയിഷ ബീവിയെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നിക്കാഹ് ചെയ്തത് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുവാനും മുഹമ്മദിന്റെ അവസാന കാലത്തെ ചെയ്തികള് സുന്നത്തെല്ലാം ഓർത്തിരിക്കാനും അതെല്ലാം മനുഷ്യരോടും പറഞ്ഞു കൊടുക്കാനും വേണ്ടിയാണ് ആയിഷ ബീബിനെ 6 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ നിക്കാഹ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച് ഈ സകല വൃത്തികേടും അയാൾ ചെയ്യുന്നത് കണ്ട് അതൊക്കെ പിന്നീട് എന്താണ് ഹദീസുകളായിട്ട് ഇറക്കാൻ വേണ്ടിയല്ലേ ആ കുഞ്ഞിനെ ഒരു 10-12 വർഷം ഇയാളുടെ വീട്ടിൽ കൊണ്ട് സ്ഥാപിച്ചത്. ആ കുഞ്ഞ് പറയണത് കേൾക്കൂ. ആ കുഞ്ഞിന്റെ അത് വായിക്കാം. നമ്മൾ ചിലപ്പം വിചാരിക്കുന്നുണ്ടാവും, ശരി, പിശാച് അയാളെ ബാധിച്ചിരുന്നു, വായിൽ ആയത്തിട്ട് കൊടുക്കും, അതിന്റെ ഇഫക്റ്റ് എന്താണെന്ന് നമുക്ക് കാണാം. ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് സഹീഹ് ബുഖാരി ബുക്ക് നമ്പർ 53 ഹദീസ് നമ്പർ നോക്കണം. അതിന് മുമ്പ് ഒരു സൂറയും കൂടി വായിക്കാം കേട്ടോ. ഒരു സൂറയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സൂറ 15-ാമത്തെ സൂറയില് 42-ാമത്തെ ആയത്ത്. 15-ാമത്തെ സൂറ 42-ാമത്തെ ആയത്ത് അതിലിങ്ങനെയാണ്, ഇംഗ്ലീഷില്, മലയാളത്തില്, തീർച്ചയായും, ഭയങ്കരമാണ് കേട്ടോ, തീർച്ചയായ കാര്യമാണ്, എന്റെ ദാസന്മാരുടെ മേൽ
അള്ളാഹു പറയാണ്, എന്റെ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു ആധിപത്യവുമില്ല. ആർക്ക്? ഇബ്ലീസിന്. തീർച്ചയായും എന്റെ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു ആധിപത്യവുമില്ല, നിന്നെ പിൻപറ്റിയ ദുർമാർഗികളുടെ മേലെ അല്ലാതെ. നിന്നെ പിൻപറ്റിയ ദുർമാർഗികളുടെ മേലെ അല്ലാതെ. ഈ ഒരൊറ്റ വാക്യം മതി. ആരെ പിൻപറ്റിയെന്ന്? ഈ ഇബ്ലീസിനെ പിൻപറ്റിയതല്ലേ? ആ, ഇബ്ലീസിനോടാ പറയണത്. ഈ ഒരൊറ്റ വാക്യം കൊണ്ട് മുഹമ്മദ് ആരെയാണ് പിൻപറ്റിയത്? ഇബ്ലീസ് ഇയാളുടെ മേലെ ആധിപത്യം ചെലുത്തി, വായില് ഇട്ടുകൊടുത്തു. അയാൾക്ക് തിരിച്ചുപോലും അറിയാൻ പറ്റിയില്ല. പിന്നെ സിഹർ, വട്ട്, കിറുക്ക് എന്ന് പറയുന്ന സകല സാധനം. അപ്പോ ഇബ്ലീസിനോട് പറയാ, നിന്നെ പറ്റിയ ദുർമാർഗികളുടെ മേലെ അല്ലാതെ നിനക്ക് യാതൊരു ആധിപത്യവും ഇല്ല. അപ്പൊ മുഹമ്മദിന്റെ മേലെ ആധിപത്യം ഉണ്ട്. അപ്പൊ മുഹമ്മദ് പിൻപറ്റിയ ദുർമാർഗം അത് ഇബ്ലീസിന്റെ പുറകെ പോയത് കൊണ്ടല്ലേ. എല്ലാരും നോട്ട് ചെയ്തോളൂ, 15:42. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മുസ്ലിം സുഹൃത്തിന് ഈ കാര്യം ഞാൻ വായിച്ചത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിലേക്ക് വരൂ. ഞങ്ങളോട് പറയൂ, മുഹമ്മദിന് സിഹർ ബാധിച്ചിരുന്നില്ല. മുഹമ്മദ് പിൻപറ്റിയത് അള്ളാഹുവിനെയാണ്, ഇബ്ലീസിനെ അല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ പറയൂ. അപ്പോ ഇബ്ലീസിനെ പിൻപറ്റിയ ദുർമാർഗികളുടെ കൂട്ടത്തിലായിരുന്നു മുഹമ്മദ് എന്ന് ഇതുകൊണ്ട് വ്യക്തമാണ്. അപ്പൊ ഇബ്ലീസിനെ പിൻപറ്റിയ ഒരാൾ എങ്ങനെ പ്രവാചകനാകും? സത്യ ബ്രദറെ, ആക്കാൻ പറ്റുമോ? ഇബ്ലീസിനെ പിൻപറ്റിയ ഒരാളെ നിങ്ങൾ ഒരു പ്രവാചകനായിട്ട് അംഗീകരിക്കും ആരെങ്കിലും? മൂന്നാമത് വേറൊരു പോയിന്റും കൂടെ, ഇബ്ലീസിനെ പിൻപറ്റിയ ഒരാളെ സംരക്ഷിക്കാനായിട്ട് അള്ളാഹുവിന് യാതൊരു ബാധ്യതയുമില്ല. അതല്ല ഇത് പറയുന്നത്. 15:42 പ്രകാരം ഇബ്ലീസിനെ പിൻപറ്റിയ മുഹമ്മദിനെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് യാതൊരു ബാധ്യതയും ഇല്ല. ആയിഷയുടെ ഹദീസിൽ പറയുന്നത്, the prophet was bewitched so that he started fantasizing that he had done a thing which in fact he had never done. എന്തിനെ പറ്റിയാണ് ഈ ഹദീസ്? the prophet was bewitched എന്നാണ്. അതായത് മുഹമ്മദിന് മാരണം ബാധിച്ചു. so that അങ്ങനെ he started fantasizing, താൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുവെന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അത് മനസ്സിൽ കണ്ട് ഫാന്റസി ആയിട്ട്. ഫാന്റസിക്ക് എന്താണ് മലയാളം വാക്ക് സത്യ? സ്വപ്നലോകം എന്ന് പറയാം. സ്വപ്നലോകം. സ്വപ്നലോകമാണോ ഫാന്റസി? ഒരു വല്ലാത്ത ഒരു സ്വപ്നലോകമാണ്. നമുക്ക് എന്തും ആ ഫാന്റസി ലോകത്ത് കാണാം, ചിന്തിക്കാത്തതും നടക്കാത്തതും. He started fantasizing that he had done a thing which in fact he had never done. അത് ഭാര്യമാരുമായിട്ടുള്ള രാത്രി കിടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അതായത് ഈ പുള്ളി കിടന്നുകൊണ്ട് ഞാൻ 10 പേരുടെ കൂടെ പോയി ഇന്ന് രാത്രി, 11 പേരുടെ കൂടെ പോയി രാത്രി, എന്നിട്ട് ഒറ്റ കുളി കുളിച്ചു എന്നൊക്കെ പോയിട്ട് സഹാബികളോട് പറയുമായിരുന്നു. പക്ഷെ ആയിഷ പറയാണ്, ഇയാൾ ഒരു ചുക്കും ചെയ്തിട്ടില്ല. കൂടെ കിടക്കുന്ന ഭാര്യയ്ക്കല്ലേ അറിയുള്ളൂ. ഒരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തില്, കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയുള്ളൂ എന്ന്. അതായത് പണ്ടൊക്കെ ഒരു രോഗം ഉണ്ടായിരുന്നു, രാത്രിയിൽ പനി വരിക, പകലൊക്കെ നോർമലായിരിക്കും. അപ്പൊ കൂടെ കിടക്കുന്ന ആൾക്കല്ലേ അറിയുള്ളൂ രാത്രിയിൽ പനി ഇയാൾക്ക് വന്നോ ഇല്ലയോ എന്ന് പറഞ്ഞതുപോലെ കൂടെ കിടക്കുന്ന ഭാര്യയ്ക്കല്ലേ അറിയുള്ളൂ ഇയാൾ എന്തെങ്കിലും ചെയ്തോ ഇല്ലയോ, എവിടെയെങ്കിലും പോയോ, 11 ഭാര്യമാരെ ഒറ്റ രാത്രിയിൽ സന്ദർശിച്ചോ, ഇതൊന്നും ഇയാൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുകയും ഇമാജിൻ ചെയ്ത്
ഫാന്റസൈസ് ആയിരുന്നു. അപ്പൊ ഈ പുള്ളിക്കാരൻ വലിയ അങ്ങേയറ്റത്തെ ആളാണ്. 30 പേരുടെ ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞതൊക്കെ ഇപ്പൊ ഇവിടെ ആയിഷ ഉടച്ചു വിട്ടു കേട്ടോ. അപ്പൊ ഈ സിഹർ ബാധിച്ചു എന്ന് മറ്റു മുസ്ലിങ്ങൾ മാത്രമല്ല പറഞ്ഞത്, നാട്ടുകാരല്ല, സ്വന്തം ഭാര്യ. ഇതിനെപ്പറ്റി എന്ത് പറയുന്നു സഹോദരന്മാരെ? ഇതിനേക്കാളും വലിയ തെളിവ് എവിടെയാ വേണ്ടത്? അല്ല ലീസിസ്റ്ററെ, പുള്ളി ഏത് ക്യാരക്ടർ ഏതിനകത്താണ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്? 30 പുരുഷന്റെ ശക്തി ഉണ്ടായിരുന്നു, പുള്ളി ഒരു പ്രവാചകനായിരുന്നു, പുള്ളി ഒരു നല്ല ഭർത്താവായിരുന്നു, പുള്ളിക്ക് ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻ വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. എന്ത് കാര്യത്തിലാണ് പുള്ളി പെർഫെക്റ്റ്? ഒരെണ്ണം ലീസിസ്റ്റർ പറ. ഇതിലെ 10 ഇത് ചോദിക്കുന്ന പോലെ ഒരിടത്തും പുള്ളി ഫിറ്റ് അല്ലല്ലോ. 30 പുരുഷന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പുള്ളി ഒരു ഹെർക്കൂലിയൻ, ഒരു ഭയങ്കര മൈറ്റി മാൻ ആയിരിക്കണം, പിന്നല്ലെങ്കിൽ പുള്ളി പ്രൊഡക്ഷനിൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണം. ബ്രദറെ, ഞാൻ പറഞ്ഞതിന്റെ ഏതായാലും ഞാൻ അതിന്റെ റെഫറൻസ് മുഴുവൻ പറഞ്ഞില്ല. അതേതായാലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സഹി ബുഖാരി ബുക്ക് നമ്പർ 71 ഹദീസ് നമ്പർ 658, അതുപോലെ 73 സഹി ബുഖാരി 73 ഹദീസ് നമ്പർ 89, സഹി ബുഖാരി ബുക്ക് 7 വോള്യം 71 ഹദീസ് 661. ഇതിലെല്ലാം ഇതേ ഹദീസ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ആയിഷ പറയുന്നതായിട്ട്, ബിവിച്ചിങ് ഡിഡ് ആക്ടിവേറ്റ് ഓൺ അല്ലാഹ്സ് പ്രോഫറ്റ്. അതായത് അള്ളാഹുവിന്റെ റസൂലിന്റെ മേലെ മാരണം ബാധിച്ചത് ആക്ടിവേറ്റ് ആയി. ആരെങ്കിലും മാരണം ചെയ്ത് വഴിയെ കൂടെ പോയി എന്നല്ല, മാരണം പുള്ളിയെ ആക്ടിവേറ്റ് ആയി, പുള്ളിയിൽ ആക്ടിവേറ്റ് ആയി, അതായത് പുള്ളി അയാളിൽ പ്രകടമായി തുടങ്ങി. എന്നിട്ട് so that he started to imagine that he had done something which he had not. അപ്പൊ ഈ ഫാന്റസൈസിങ് മുഴുവനും എന്തിനെ പറ്റിയാ? സ്ത്രീകളുമായിട്ടുള്ള ബന്ധം നടത്തി എന്നുള്ളതാണ് ഫാന്റസൈസിങ്ങിന്റെ മെയിൻ. ഈ പുള്ളി എന്നിട്ട് ഇതും പറഞ്ഞു നടക്കുമായിരുന്നു. അപ്പോ ഈ മരണം ബാധിച്ചതിന്റെ ഫലമായിട്ട് മുഹമ്മദ് തന്നെ വിശ്വസിക്കുകയാണ് താൻ എന്തൊക്കെയോ രാത്രിയും പകലും ചെയ്യുവാണെന്ന്. ഇതിന് എന്തെങ്കിലും നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് പറയാനുണ്ടോ? ഞങ്ങളിത് പറയുന്നത് നിങ്ങളുടെ കിതാബിൽ നിന്നല്ലേ. യൂനിസ്ക എന്ത് പറയുന്നു? നിങ്ങളുടെ നബിക്ക് മരണം ബാധിച്ചതല്ലേ? മുകളിൽ വന്നിട്ട് പറയൂ, ഈ മരണം ബാധിച്ച നബിയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് സഹോദര? സഹോദര എന്ന് പറയാൻ പാടില്ലല്ലോ, നിങ്ങളൊക്കെ ഉന്നതരല്ലേ, ഉന്നത കുലജാതർ, ഞങ്ങളൊക്കെ നജസ്. ചങ്ങായി കേറി വാ എന്ന് പറയൂ. യൂനിസ് എവിടെ? യൂനിസ് താഴെയുണ്ട്. കാണുന്നില്ലല്ലോ. കെ കാണുന്നുണ്ട്, ഒരു പൊട്ടോ ഒരു കെ. അവരെ എവിടെ വെച്ചാലും നമ്മൾ കണ്ടുപിടിക്കുകയല്ലോ. കെ എന്ന് പറഞ്ഞിരുന്നാലും ശരി, പൂ എന്ന് പറഞ്ഞിരുന്നാലും ശരി, കോയ എന്ന് പറഞ്ഞിരുന്നാലും ശരി. ഇവരോട് ചോദിക്കേണ്ട നമ്മളില്ല 10 മോറൽ ഇത് ചോദിച്ചല്ലേ, അതേപോലെ ഇതിനകത്ത് ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാകണം. മുഹമ്മദ് ഏത് ക്യാരക്ടറിൽ ഫിറ്റ് ആവുന്നുണ്ട്? അല്ല, നമ്മൾ ഇന്നത്തെ ഇതിൽ നിന്ന് മാറിപ്പോകണ്ട. ക്യാരക്ടർ ഇതാണ്, സിഹർ ബാധിച്ചവനാണ്. സിഹർ, ഭ്രാന്ത്, കിറുക്ക്, പിന്നെന്തോ വേറെ സാധനം ഉണ്ടല്ലോ, നൊസ് പിടിച്ചു, നൊസ്. ചോദ്യത്തിന് ഉത്തരം പറയും. യൂനിസെ ചോദ്യം പറയാം. ആദ്യം ചോദ്യം, എന്നിട്ട് ഉത്തരം പറഞ്ഞു. യൂനിസെ, ഈ സിഹർ ബാധിച്ച എന്ന് സ്വന്തം ഭാര്യ പോലും സാക്ഷ്യപ്പെടുത്തിയതും അള്ളാഹു ആയത്തിറക്കി, അതായത് എല്ലാ നബിമാർക്കും സിഹർ, എല്ലാ നബിമാരെയും പിശാജ് ഓതും പല വാക്കിട്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ്
ഈ നബി പറഞ്ഞ ഏ അല്ല ചോദ്യം. അപ്പൊ ഇയാളെന്താ ഇതൊക്കെ സത്യമാണെന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഹലോ, നിങ്ങളുടെ അള്ളാഹുവ പറഞ്ഞിരിക്കുന്ന കിതാബില് മുഹമ്മദിന്റെ വായില് പിശാച് ചെലുത്തി വിട്ടുവെന്ന്, ആയത്ത് ചെലുത്തി വിട്ടുവെന്ന്, അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അള്ളാഹു പറഞ്ഞ സത്യമാണോ? ആദ്യം അത് പറ. ഇയാളുടെ ഇത് നമ്മുടെ യൂനസ് ആണ്. യൂനിസ് ആണ്. യൂനിസ് പറയണമെന്ന് കേൾക്കണില്ലല്ലോ. സത്യബ്രദറെ, എനിക്ക് മാത്രമുള്ള സൗണ്ട്, എനിക്കാണ് സൗണ്ട് പോയത്. ഹലോ, സത്യാവതയുടെ സൗണ്ട് കേൾക്കുന്നില്ല. സത്യബ്രദറെ സത്യാവതരെ സത്യാവതരെ അല്ല ഇവിടെ സിസ്റ്റർ പറഞ്ഞൊക്കെ ഖുർആൻ ഹദീസ്. അപ്പൊ ഇതൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ, കറക്റ്റ് അല്ലേ? സത്യബ്രദറിനെ ഞാൻ മ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, നടന്നില്ല. ഇത് സത്യമാണെന്ന് നിങ്ങളുടെ ഗ്രന്ഥങ്ങളാണ് പറയുന്നത്, ഞങ്ങളല്ല. അത് ലീസിസ്റ്റോട് ഓക്കെ, വായിച്ചു അത് കേൾപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അതില് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുക. ഈ പറഞ്ഞ ഈ ഗ്രന്ഥം സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ എന്നാ ചോദിക്കണത്. ഈ ഇറക്കപ്പെട്ട ഗ്രന്ഥം നിങ്ങൾ വായിച്ചിട്ട് റെഫറൻസ് ഇതൊക്കെ സത്യമായ കാര്യമാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ. അതൊരു സത്യമാണെന്നല്ലേ പറഞ്ഞത്. ഏത് ഈ സത്യമാണെന്ന്? പറഞ്ഞ കാര്യങ്ങൾ സത്യമാണല്ലോ. ഇപ്പൊ ഇവിടെ ഖുറാനില് 15-ാം അധ്യായം ഒരുപാട് അധ്യായങ്ങളും ഹദീസിന്റെ നമ്പറൊക്കെ പറഞ്ഞല്ലോ ഇവിടെ നമ്മുടെ സിസ്റ്റർ സിസ്റ്ററിനോട് പറഞ്ഞത്. ഈ ഗ്രന്ഥം, സിസ്റ്റർ ഇവിടെ അങ്ങനെ ഒരു പറഞ്ഞ എല്ലാ ഗ്രന്ഥം, ആയത്തുകളും ഹദീസുകളും സത്യമാണോ അല്ലേ? ആയത്തുകൾ സത്യമാണ് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ഗ്രന്ഥം ഓക്കെ, എഴുതി ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവം ഇറക്കിയ ഗ്രന്ഥാണ്, ഇതൊക്കെ സത്യാണ്. ഇതിൽ ആർക്കൊരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇപ്പൊ അള്ള ഇറക്കിയ ഗ്രന്ഥമാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഓക്കെ ബിജു ഞങ്ങൾ ബ്രദറെ, ഞാൻ അല്ല, ഉത്തരം പറയാം. യൂനിസ് നിങ്ങളല്ല മ്യൂട്ട് പറഞ്ഞത്, ചെയ്തോളൂ. സിസ്റ്ററിനോട് ചോദിക്കണത്. ബിജു യൂനിസ് അല്ല ബ്രോ പറഞ്ഞത്, യൂനിസെ സിസ്റ്ററാണ് പറഞ്ഞത്. യൂനിസെ ഗ്രന്ഥത്തിലുണ്ട് ഏറ്റവും വലിയ യൂനിസെ തെളിവ് എന്നാ പറഞ്ഞത്. ഇതൊരു തെളിവായിട്ട് സ്വീകരിക്കാം, ഇതിൽ ആർക്കും ഡൗട്ട് വേണ്ട. അതല്ല ഇപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത്. യൂനിസെ യൂനിസെ മ്യൂട്ട് ചെയ്യും. നിങ്ങൾ ചോദിക്കുന്നത് ഈ ഞാൻ വായിച്ചതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ. നീ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാതെ. ഞാൻ എന്താണ് ചോദിച്ചത്? സൂറ 15:42 പറയുന്നു, തീർച്ചയായും എന്റെ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു ആധിപത്യവുമില്ല, നിന്നെ പിൻപറ്റിയ ദുർമാർഗികളുടെ മേലെ അല്ലാതെ. അപ്പൊ ഇബ്ലീസിനോട് അള്ളാഹു പറയുകയാണ്, ഓക്കെ, ഇത് അള്ളാഹു എന്റെ പറഞ്ഞതാണെന്ന് ഡൗട്ട് ഉണ്ടോ ഞാൻ സിസ്റ്ററെ? അതെ, ചോദിക്കുന്നതിന് ചോദ്യം മുമ്പ് ഒരുപാട് ഞാൻ കേട്ടല്ലോ. ഞാൻ വായിൽ ചോദ്യം കയറി ആദ്യം ഒരുപാട് വെടിവെക്കാതെ. കേട്ടോ, റിപ്പീറ്റിന്റെ വായിൽ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഇത് നിന്നെ അള്ളാഹു താഴെ ഇറക്കും. നിന്നെ ഇബ്ലീസിനോട് പണ്ടേ പറഞ്ഞതാണെന്ന് ഞാൻ ഡൗട്ട് താഴെ ഉണ്ടോ ചോദ്യം? ഇറക്കുന്നതിന്റെ കാര്യം ഇതാണ്. ഒരു മാനേഴ്സ് ഇല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കാതെ. ചോദ്യം കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം സിഹർ പറയുന്നത് ഏറ്റവും ബാധിച്ച പോലെ ഫൂളിഷ്നെസ് ആണ്. സംസാരിക്കാതെ. സിഹർ പോലെയാണ് സംസാരം. തീർച്ചയായും എന്റെ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു ആധിപത്യവുമില്ല. അല്ലാഹു ഇബ്ലീസിനോട് പറയുകയാണ്, നിന്നെ പിൻപറ്റിയ ദുർമാർഗികളുടെ മേലെ അല്ലാതെ. അപ്പോ മുഹമ്മദിന്റെ മേലെ സാത്താന് അല്ലെങ്കിൽ ഇബ്ലീസിന് യാതൊരു ആധിപത്യവും ഇല്ല. പക്ഷേ നിന്നെ പിൻപറ്റിയ ദുർമാർഗികളുടെ മേലെയല്ലാതെ. അപ്പോൾ ഇബ്ലീസ് മുഹമ്മദിനെ മാരണം ചെയ്യാനായിട്ട് പ്രയോഗിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ വായിലേക്ക് വാക്കുകൾ തള്ളിക്കയറ്റിയെങ്കിൽ, തീർച്ചയായും മുഹമ്മദ് ദുർമാർഗിയാണ്. പിശാചിനെ പിൻപറ്റിയവരുടെ പുറകെ അവരെ മാത്രമേ സിഹറൊക്കെ ബാധിക്കുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. അല്ലെങ്കിൽ വായിച്ചു നോക്ക് 15:42. ഓക്കെ, ക്ലിയർ ആയി അപ്പൊ സിസ്റ്റർ. അപ്പൊ ഇയാളെ ഇത് സിഹർ ബാധിച്ചു. അള്ളാഹു ഇബ്ലീസിനോട് ഇത് പറഞ്ഞതാണല്ലോ ഇത്. ഈ ഇത് അള്ളാഹു അതെ, ഇബ്ലീസിനോട് പറഞ്ഞതാണെന്നുള്ള ഡൗട്ട് ഉണ്ടോന്ന് ചോദ്യം. അത് അങ്ങനെ തന്നെയല്ലേ? ഇത് നിങ്ങളല്ല ഇവിടെ അള്ളാഹുവിന്റെ ചോദ്യം ചോദിക്കുന്നത്. വചനമായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാ. ഈ നിങ്ങൾ സിസ്റ്റർ ഉത്തരം പറയാ. ഞാൻ ഉത്തരാണ് ഞാൻ പറഞ്ഞത് ഇത് മുഹമ്മദ് അള്ളാഹു ഇബ്ലീസിനോട് ദുർമാർഗിയാണ്. പറഞ്ഞ വാചകമാണ്, ആണോ മുഹമ്മദ് അല്ലേ? എന്റെ ചോദ്യം അതാണ്. എനിക്ക് അതിന് ക്ലാരിറ്റി കിട്ടിയാൽ നിന്നെ മതി. ഈ ഒരു ശബ്ദം വാചകം ഉയർത്തി പറയേണ്ട. നീ ശബ്ദം ഉയർത്തി പറഞ്ഞ അതിന്റെ ഡബിൾ പറയാൻ എനിക്കറിയാം. മര്യാദയ്ക്ക് സംസാരിക്കും. നീ ഈ ശബ്ദം വാക്ക് കുറച്ച് മര്യാദയ്ക്ക് എന്ത് ഞാൻ സിസ്റ്റർ, ഇത് ചോദിച്ചതിന് ഉത്തരം പറയും. അള്ളാഹു ഇബ്ലീസിനോട് പറഞ്ഞതാണോ ചോദിച്ചതിന് അല്ലേ? ഉത്തരം പറയേ.
അത് ഉത്തരല്ല പറഞ്ഞ ചോദിച്ചതിന് ഞാൻ ഉത്തരം പറ. ഉത്തരം ഇത് പോയില്ലല്ലോ. നിന്റെ കിതാബാണ്, ഇത് നിന്റെ അതെ, കിതാബാണ്. എന്റെ നിന്റെ കിതാബാണ്. കിതാബ് അത് നിങ്ങൾ വെച്ചിട്ട് അംഗീകരിക്കണ്ടോ? ഇത് എന്റെ വിശ്വസിക്കേണ്ട കിതാബ് എനിക്ക് ഒരു ഇറക്കിയതല്ലേ. ഹലോ എന്റെ ഇത് കിതാബ് എനിക്ക് വിശ്വസിക്കേണ്ട ഇറക്കിയതല്ലേ. ഒരു നിങ്ങൾ ബാധ്യത പറയുമ്പോ എനിക്കില്ല. അത് ആരെങ്കിലും ഞാൻ ഒന്ന് മോഡർ ചോദിക്കണത് ചെയ്യാമോ? ഇത് ആരെങ്കിലും ഒന്ന് അള്ളാഹും മോഡ് ചെയ്യാമോ? ഇത് ലീസസ് അള്ളാഹു ഇയാളെ ഒരു സെക്കൻഡ്, ഇബ്ലീസിനോട് ഞാൻ പറഞ്ഞതാണോ? മോഡ് ആ ചെയ്യാം. ഒന്ന് മോഡ് ചെയ്തേ. കെ യൂനിസേ, ഈ ചോദ്യങ്ങൾക്ക് ഇപ്പൊ ലീസിസ്റ്റർ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഇത് പറയുക. നിങ്ങൾക്ക് സമയം തരും, ലീസിസ്റ്ററിന് സമയം തരും തുല്യമായ. അത് 30 സെക്കൻഡ് ആയാലും 1 മിനിറ്റ് ആയാലും നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം തരുന്നതായിരിക്കും. ലീസിസ്റ്റർ ചോദിച്ചു. ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം ഉത്തരം പറയാൻ. എനിക്ക് മറുചോദ്യമല്ല വേണ്ടത്, എനിക്ക് ഇതിനൊരു ഉത്തരമാണ്. സൂറ 15:42 പ്രകാരം മുഹമ്മദ് ദുർമാർഗിയായ പിശാചിനെ പിൻപറ്റിയ ദുർമാർഗിയാണ്. അതുകൊണ്ടാണ് ഇയാൾക്ക് സിഹർ ബാധിച്ചത്. ഇതെന്റെ വാദം. ഇതല്ലെങ്കിൽ, ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല ഇവിടെ. നിന്റെ കിതാബിൽ എഴുതിയ കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ്. മനസ്സിലായോ? എന്റെ മറുചോദ്യം ചെയ്ത്, ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നതല്ല, ഈ കിതാബ് ഏറ്റവും മ്ലേച്ഛ കിതാബാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഇത് നിന്റെ വിശ്വാസമായതുകൊണ്ട് നിന്നോട് ചോദിക്കുകയാണ് യൂനുസെ, നിന്റെ പ്രവാചകൻ പിശാചിനെ പിൻപറ്റിയ ദുർമാർഗിയാണെന്ന് ഈ കിതാബ് വെച്ച് ഞങ്ങൾ തെളിയിക്കുകയാണ്. അതിനുള്ള റെസ്പോൺസ് ആണ് ചോദിച്ചത്. നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ പ്രവാചകൻ ദുർമാർഗിയായിരുന്നു, പിശാചിനെ പിൻപറ്റിയവനായിരുന്നു, അതുകൊണ്ടാണ് സിഹർ ഫലിച്ചത്. ഇതാണ് ചോദ്യം. വിശ്വസിക്കുന്നുണ്ടോ ഈ കാര്യം? ഓവർ ടു യു. നീ 1 മിനിറ്റ് എടുത്ത് സംസാരിച്ചു പറഞ്ഞു ഉത്തരം പറയുക. വളരെ നന്ദി. അപ്പോ നിങ്ങള് വിശ്വസിക്കാത്ത, നിങ്ങൾ അംഗീകരിക്കാത്തൊരു ഗ്രന്ഥം വെച്ചിട്ടാണ് ഇപ്പൊ നിങ്ങളിവിടെ ചെയ്യണത് അല്ലേ? നിങ്ങൾക്ക് വിശ്വാസമല്ല, നിങ്ങൾ അംഗീകരിക്കാത്തൊരു ഗ്രന്ഥം വെച്ചിട്ടാണ്. ഇതാണ് ഏറ്റവും വലിയ തെളിവ്. നിങ്ങൾ ആരെ ബോധിപ്പിക്കണത്? ഒന്നാമത് നിങ്ങളെ വാദം ഈ ഗ്രന്ഥം ശരിയല്ല. 1400 വർഷം മുന്നേ ഇറങ്ങിയ ഗ്രന്ഥം ശരിയല്ലാത്ത നിങ്ങൾ ഇപ്പോഴുള്ള ജനങ്ങൾക്ക് ഇതിൽ നിന്നാണ് നിങ്ങൾ തെളിവ് കൊണ്ടുവരുന്നത്. എന്നാൽ ശരിയുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തെളിവ്. ഈ ഗ്രന്ഥം നിങ്ങൾ വിടൂ. സത്യമുള്ള ഗ്രന്ഥം കൊണ്ടുവന്നിട്ട് നിങ്ങൾ തെളിവ് കൊണ്ടുവരും. ഈ ഗ്രന്ഥത്തിൽ അത് എങ്ങനെ പറഞ്ഞു, ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട്. നിങ്ങളെ ഗ്രന്ഥത്തില് ബൈഹാട്ടാക്കാൻ പറ്റും. ഒരു മനുഷ്യനോ ജന്മത്ത് വായിച്ചു തീർക്കാൻ കഴിയുമെന്നാ പറഞ്ഞത്. അപ്പോ സത്യമുള്ള ഗ്രന്ഥം ഇന്നതാണ്. അത് ആ ഒരു ബൈഹാട്ടില്ലാത്തൊരു ഗ്രന്ഥം, എക്സ്പയർ ആയ ഗ്രന്ഥം വെച്ചിട്ടല്ലാതെ ഇപ്പൊ നിലവിലുള്ള ഗ്രന്ഥത്തിൽ നിന്നാണ് നിങ്ങൾ തെളിവ് കൊണ്ടുവരുന്നത്. യൂനുസെ, നിങ്ങൾക്ക് സിഹർ ഒരു ബാധിച്ചെന്ന് മിനിറ്റ് നിങ്ങൾ ആയില്ല ബ്രോ. തെളിയിച്ചതിന് നന്ദി. ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ആയില്ല. ഞാൻ ഉത്തരം പറഞ്ഞ് തീർന്നില്ലല്ലോ. എന്തിനാ യൂനുസെ, അണ്ണാക്കിന് പിരിവട്ടുണ്ടോ? ഒരു ഉത്തരം മിനിറ്റ് കഴിഞ്ഞ് ഒരു തീർന്നില്ല. മിനിറ്റ് ആയില്ല, 1 മിനിറ്റ് ഇല്ലേ, ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിഹർ ചെയ്യട്ടെ ബ്രോ. ബാധിച്ചു എന്ന് തെളിയിച്ചതിന് നന്ദി. എന്റെ കാരണം എന്ന് ബ്രോ, പറഞ്ഞാൽ ഞാൻ തല 1 എന്തോന്ന് മിനിറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് പൃഷ്ഠം പറയാം. കാണിക്കുന്ന ഈ എന്തൊരു സ്വഭാവത്തിനാണ് കഷ്ടം. സിഹർ ബാധിച്ചവൻ എന്ന് പറയുന്നത്. തല എന്തുവാന്ന് ചോദിച്ചാൽ പൃഷ്ഠം കാണിക്കുന്നവനെയാണ് സിഹർ ബാധിച്ചവൻ എന്ന് പറയുന്നത്. ചോദ്യം എന്തുവായിരുന്നു? ഇത് ഏതെങ്കിലും ക്രിസ്ത്യാനി നിന്റെ മുഹമ്മദിനെ അള്ളാഹുവിനെ മുഹമ്മദിനെ ഇവിടെ ചവിട്ടിക്കൂട്ടുന്ന ഒരു ക്ലബ്ബാ ഇത്. നിന്റെ അള്ളാഹുവിനെ മുഹമ്മദിനെ ചവിട്ടിക്കൂട്ടുന്ന ക്ലബ്ബാ. അപ്പൊ എന്നിട്ട് പോയി ഇത് പുസ്തകത്തിൽ വിശ്വസിക്കുന്നു എന്ന്. നിന്നെ പോലൊരു ഊള വേറെ ആരുണ്ട്? നീ തെളിയിച്ചു നീ സിഹിർ ബാധിച്ചവനെ ഫോളോ ചെയ്യുന്ന ഒരു ചെറിയ സിഹിർ ബാധിച്ചവനാണ് നീ എന്ന് തെളിയിച്ചു. മനസ്സിലായല്ലോ? എടാ, നിന്റെ അപ്പന്റെ പേരെന്തോന്ന് ചോദിച്ചാൽ നിന്റെ അമ്മയുടെ പേരാന്നാ പറയുന്നത്. അപ്പന്റെ പേരാ പറയണ്ടേ? അല്ലെങ്കിൽ അടുത്ത അയൽവാസി ചൂണ്ടി കാണിക്കൂ. എടാ, ചോദിക്കുന്നതിന് ഉത്തരം പറ. നീയൊക്കെ സിഹിർ ബാധിച്ചവന്റെ സ്വഭാവം കാണിക്കാതെ ഇച്ചിരി ഒന്ന് ബാലൻസ് ചെയ്യുക ആദ്യം. എന്നിട്ട് ലീസസ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുക. നിനക്ക് ഈ വിശ്വാസത്തിൽ പോയാലേ സിഹിർ ബാധിക്കും. അത് വിട്ടിട്ട് ഒരു 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 മനുഷ്യന്റെ ഒരു കോമൺ സെൻസ് വെച്ച് സംസാരിക്കുക. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. ഞാൻ ഇവിടെ പറയാണ് കൃത്യമായിട്ട്, നിന്റെ അള്ളാഹും നിന്റെ മുഹമ്മദും നിന്റെ കിതാബുകളും ഞങ്ങൾക്ക് വെറും ഇതാ ടിഷ്യൂ പേപ്പറാ, ടോയ്ലറ്റ് റോളാ. മനസ്സിലായല്ലോ? നിനക്കാണ് അത് മേന്മയുള്ളത്. മാനവരിൽ മഹോന്നതന് നിനക്കാ. അള്ളാഹു നിങ്ങൾക്കാണ് ദൈവം. ഖുറാനാണ് നിങ്ങൾക്ക് ഇറക്കി തന്നേക്കുന്ന പുസ്തകം, ഞങ്ങൾക്കല്ല. അപ്പൊ ആ പുസ്തകത്തിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരം പറയാം. അത്രേ ഉള്ളൂ. ഞാനൊന്ന് എടുക്കുവാണ്. കെ ബ്രദറെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥം ഇല്ല, ഇന്ന് നിലവിലില്ല എന്ന് വാദം ഉണ്ടെങ്കിൽ നിങ്ങൾ ലീ സിസ്റ്ററിന്റെ ചോദ്യത്തിന് മറുപടി പറയണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ലീ സിസ്റ്ററിന്റെ ചോദ്യം കേട്ടുവെങ്കിൽ ലീ സിസ്റ്ററിന്റെ ചോദ്യം എന്താണെന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ചോദ്യത്തിന് മറുപടി പറയൂ പ്ലീസ്. യൂനിസെ, അതാണ് നമ്മളൊരു റൂമിൽ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും നല്ലത്.
മൈക്ക് എടുത്ത് സംസാരിക്കാവോ? ലീസിസ് പറഞ്ഞ ചോദ്യം കേട്ടോ? ഓക്കെ പറയാം. ഞാൻ പറയട്ടെ. അതായത് ഇങ്ങനെ ഒരു ഗ്രന്ഥമില്ലേ, ആ ഗ്രന്ഥത്തിനാണ് നിങ്ങൾ തെളിവ് വെക്കണത്. ഇത് എന്തൊരു വിരോധാഭാസമാണ് ബ്രോ. ഒരു ഗ്രന്ഥം, അംഗീകരിക്കാത്തൊരു ഗ്രന്ഥം, ഒന്നിനും കൊള്ളാത്തൊരു ഗ്രന്ഥം, ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിനാണ് നിങ്ങൾ ഏറ്റവും വലിയ തെളിവ് എന്ന് ഇവിടെ സിസ്റ്റർ പറഞ്ഞത്. ഏറ്റവും വലിയ തെളിവ് 15:42 എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നത് ഏത് ഗ്രന്ഥം? ഒന്നെങ്കിൽ നിങ്ങൾ ആ ഗ്രന്ഥം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെളിവായിട്ട് കൊണ്ടുവരും. അതില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആരെ പഠിപ്പിക്കണത്? വിശ്വസിക്കുന്ന ആളുകൾക്ക് അതില് ഓല തെളിവായതുകൊണ്ടല്ലോ ഓല വിശ്വസിക്കുന്നത്. നിങ്ങൾ അതിൽ ആദ്യം വിശ്വസിക്കണില്ല. ഇത് ശരി ക്വസ്റ്റ്യൻ ആദ്യം ശരി മ്യൂട്ട് കറക്റ്റ് ചെയ്തോളൂ. ആവണമെങ്കിൽ ശരി നിങ്ങള് ശരി അല്ല ശരി ശരി യൂനിസ് ഗ്രന്ഥമില്ല. ബാലരമ മ്യൂട്ട് ചെയ്തോ വിശ്വസിക്കുന്നുണ്ടോ? മ്യൂട്ട് ചെയ്തോ ബാലരമ മ്യൂട്ട് ചെയ്തോ. ലീസിസ്റ്റർ ഒറ്റ ഒരു ചോദ്യം ചോദിക്കാം പ്ലീസ് പ്ലീസ്. ഒറ്റ ചോദ്യം പ്ലീസ്, ഒരു രസത്തിന് വേണ്ടി. യൂനിസ് ഈ ബാലരമയും മംഗളയും മനോരമയും ദ വീക്കും ഫ്രണ്ട് ലൈനും അത് വിശ്വസിക്കുന്നുണ്ടോ? അതിന് കബീഷും ഗ്രാഗിനി വല്യമ്മയും അത് വിശ്വസിക്കുന്നുണ്ടോ? യൂനിസ് പെട്ടെന്ന് പറ. ബ്രോ, ഇവിടെ ആരെയും വലിയ തെളിവാണ് നിങ്ങൾ ബാലരമ കൊണ്ടുവന്നോ? എന്നാ നിങ്ങൾ അതിന് കൊണ്ടുവരും, ബാലരമയെന്ന് കൊണ്ടുവരൂ. ഞങ്ങളെ ഏറ്റവും വലിയ സംബന്ധിച്ച് തെളിവ് വെറും ഞാനിൽ മംഗളം വിശ്വസിക്കുന്നത് അത് ഞാൻ വാരികയെക്കാട്ടിലും അംഗീകരിക്കില്ല. തരം താന്ന ശരി സാധനമാണ് ഞാൻ നിങ്ങളുടെ പുസ്തകം. ചോദിക്കണത് നിങ്ങൾ ബ്രദറെ വിശ്വസിക്കാത്ത ഗ്രന്ഥത്തിന് ശരി നിങ്ങൾ ബ്രദറെ എന്തിനു തെളിവ് വിട്. കൊണ്ടുവരണം? ഓക്കെ, അല്ലല്ല, ഞാൻ നിങ്ങൾ ഇത്ര സമയം ബാലരമയെ തന്നു. തെളിവ് യൂനിസെ കൊണ്ടുവരൂ. ഇല്ല വിശ്വസിക്കുന്ന ആൾക്കാരെ യൂനിസ, കൊടുക്കും. ശരി, ഞാൻ ഇവിടെ ഇത്രയും ഞങ്ങൾ സമയം തന്നു. ഇനി ബാലരമയിൽ ഞാൻ തെളിവെടുക്കാം. ഇന്ന് എന്നാ യൂനിസെ ഒരു സെക്കൻഡ്, ബാലമംഗളത്തില് യൂനിസെ ഡിങ്കനില്ലേ? ഒരു സെക്കൻഡ്, ഡിങ്കനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എടുക്കാം. ഡിങ്കനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. യൂനിസെ നിങ്ങൾ അവർക്ക് ബാലങ്ങൾക്ക് തെളിവ് യൂനിസെ കൊടുത്താൽ മതി. എടുക്കാം, തെളിവെടുക്കാം. ബാലരമയിൽ നിന്ന് നമുക്ക് തെളിവെടുക്കാം. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ. ലീ സിസ്റ്ററെ സംസാരിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂനിസിലേക്ക് വരാം വീണ്ടും. ഓക്കെ, അബ്രഹാം ബ്രദറെ നമസ്കാരം. അബ്രഹാം ഒരു സെക്കൻഡ് ബ്രദർ അബ്രഹാം വന്നിട്ടുണ്ട്. ബ്രദറെ. അബ്രഹാം ബ്രദർ എന്തോ ചോദിക്കാനോ ആഡ് ചെയ്യാനായിട്ടുണ്ടാവും. ഓക്കെ അബ്രഹാം ബ്രദർ എനിക്ക് പറഞ്ഞിട്ട് അതേ ലീ ചോദ്യമാണ് സിസ്റ്ററിലേക്ക് തിരിച്ചു വരാം. ചോദിക്കാനുള്ളത്. ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം വന്നിട്ടില്ല. മറുചോദ്യം ചോദിച്ച് രക്ഷപ്പെടാനാണ് യൂനിസ് ശ്രമിക്കുന്നത്. അബ്രഹാം ബ്രദറെ എന്താണ് പറയാൻ വന്നത്? അല്ല, ഇതിപ്പം യൂനിസ, നിങ്ങൾക്ക് ഒരു സാമാന്യ ബുദ്ധിയില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും മാത്ത് ടെക്സ്റ്റിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? മാത്ത് ടെക്സ്റ്റിൽ അടിസ്ഥാനമാക്കിയാണല്ലോ നിങ്ങൾ മാത്സ് പഠിക്കുന്നത്. അപ്പം മാത്ത് ടെക്സ്റ്റ് വിശ്വസിച്ചാൽ അത് തെളിവായിട്ട് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയില്ലേ? നിങ്ങൾ ഖുറാൻ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം തരൂ. അത്രേ ഉള്ളൂ ഇവിടെ, വേറെ ഒന്നുമില്ല. കാരണം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, നിങ്ങൾ ലീസിസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നാൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഖുറാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഖുറാൻ കോട്ട് ചെയ്യുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അവനെ ഫലം കൊണ്ടാണ് തിരിച്ചറിയേണ്ടത്. ആ ഫലം വെച്ച് നോക്കും മുഹമ്മദ് പ്രവാചകനല്ല. രണ്ടാമത്, ദൈവം അയച്ചൊരു പ്രവാചകനാണെങ്കിൽ പറഞ്ഞ പ്രവചനങ്ങൾ നടന്നിരിക്കണം. മുഹമ്മദ് പ്രവചിച്ചിട്ടില്ല, പ്രവചിച്ച ഒരു കാര്യവും നടന്നിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് പ്രവാചകനല്ല ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മുസ്ലിങ്ങളോടാണ് ഞങ്ങൾ ചോദ്യം വയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ലീസിസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരൂ. ആ ഉത്തരത്തിൽ നിങ്ങൾ ലീസിസ്റ്റിനോട് ചോദിച്ചതിൻ്റെ ഉത്തരം അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ആ ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യൂ. അല്ലാതെ ഒരു സാമാന്യ ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനെ പോലെ സംസാരിക്കാതെ ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യൂ. മൈക്ക് എടുക്കൂ. ടേക്ക് ദ മൈക്ക്. അറബിയിൽ എങ്ങനെ പറയുന്നത് ഈ മൈക്ക് എടുക്കാനായിട്ട്? പ്ലീസ്. അൺമ്യൂട്ട് ആണ് ജിബറച്ചെ. അല്ലല്ല, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ അടിയിൽ അറിയാം. ഇവിടെ ലിസിസ്റ്റർ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടില്ല പറയാം. ഇവിടെ അബ്രഹാം ബ്രോ ഇപ്പൊ വന്നാണോ നമുക്കറിയില്ല. ആധികാരികമായിട്ടിവിടെ വെച്ച തെളിവാണ് എന്ത്? ഖുറാൻ ഗ്രന്ഥത്തിൽ നിന്ന് വെച്ചത്. അപ്പൊ ആ ആധികാരികമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ അംഗീകരിക്കാത്തൊരു ഗ്രന്ഥത്തിന് നിങ്ങൾ ആധികാരികമായിട്ട് തെളിവ് വെക്കണ്ടല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആധികാരികമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞത്, ഗ്രന്ഥം വെച്ചിട്ട് നിങ്ങൾ അതിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ വിശ്വസിക്കുന്നുണ്ടോ? കാര്യമുണ്ട്. ഇല്ലേ? ഇല്ല, നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? തെളിയിക്കാനല്ല പിന്നെ ഞങ്ങൾ എങ്ങനെ നിങ്ങൾ ഇതെടുക്കുന്നത്. ആധികാരികമായിട്ട് പിന്നെ ഇതിലും വലിയ തെളിവ് വേറെ വേണ്ട. എന്നാ നിങ്ങൾ വിശ്വസിക്കുന്ന ഗ്രന്ഥം കൊണ്ടുവരൂ. മ്യൂട്ട് ഞങ്ങൾ ചെയ്യല്ലേ, മ്യൂട്ട് വിശ്വസിക്കുന്ന ഗ്രന്ഥം മ്യൂട്ട് ചെയ്യല്ലോ. ഞാൻ താങ്കൾക്ക് ചോദിക്കണത് നിങ്ങൾ താങ്കൾക്ക് വിശ്വസിക്കുന്ന ബുദ്ധിയുണ്ടോ? ഇവിടെ നിങ്ങളെ ചോദിക്കുന്ന കേൾക്കൂ. ഗ്രന്ഥത്തിൽ നിന്ന് പറയുക. ഞങ്ങൾ മുഹമ്മദ് പ്രവാചകനാണ് എന്ന് തെളിയിക്കാനല്ല ഈ കോട്ടെടുക്കുന്നത്. ഞങ്ങൾ മുഹമ്മദിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഖുറാൻ ഞങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ ചോദ്യം വെക്കുന്നത് ആരടുത്താണ്? മുസ്ലിങ്ങളുടെ അടുത്താണ്. എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങൾ ഇത് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം തരൂ. ഞങ്ങൾ വിശ്വസിക്കണ്ട. ഞങ്ങളുടെ വിശ്വാസം ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ മാത്ത് പുസ്തകത്തിൽ വിശ്വസിച്ചിട്ടാണോ നിങ്ങൾ മാത്ത് ഏത് പഠിച്ചത്? ഏത് ഏത് നിങ്ങൾ നിങ്ങൾ ഏത് ഗ്രന്ഥത്തിലെ നിങ്ങൾ മാത്തമാറ്റിക്സ് നിങ്ങൾക്കൊരു പഠിക്കുമ്പോൾ ആ പ്രവാചകനുണ്ടോ? മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൽ ഒറ്റ ചോദ്യം, വിശ്വസിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു പ്രവാചകൻ ഉണ്ടോ? ഇല്ലേ?
എന്നാൽ ഒറ്റ ചോദ്യം, മുഹമ്മദ് എങ്ങനെയാണ് പ്രവാചകനായത്? നിങ്ങൾക്ക് പ്രവാചകൻ മുഹമ്മദിനെ ഉണ്ടോ ആരാണ് ഇല്ലേ? പ്രവാചകനാക്കിയത്? ഏഹ്? മുഹമ്മദിനെ ആരാണ് പ്രവാചകനാക്കിയത്? പ്രവാചകൻ ഇല്ലാത്ത നിങ്ങൾ എങ്ങനെ നിങ്ങൾ എന്തിനാ അബ്രഹാം ബ്രദറെ, വിശ്വസിക്കുന്നത്? കെ അബ്രഹാം സ്വന്തമായിട്ട് ബ്രദറെ ഞാൻ പ്രവാചകനെ പറയാം. ചൂണ്ടിക്കാണിക്കാണ്ട് ഒരു നിങ്ങൾക്ക് അബ്രഹാം ബ്രദർ ഒറ്റ സ്വന്തമായിട്ട് സെക്കൻഡ് പ്രവാചകനെ ഒരു മിനിറ്റ് കെ ചൂണ്ടിക്കാണിക്കാണ്ട് ഞാനൊന്ന് അല്ലല്ല ക്ലോസ് ചെയ്യാം. സ്വന്തമായിട്ട് ഞാനൊരു ചോദ്യം പ്രവാചകനെ ക്ലോസ് ഓക്കെ, ചെയ്യാം. നിങ്ങൾ കെ ഒന്ന് മ്യൂട്ട് ചെയ്യും. ഞാൻ മ്യൂട്ട് കെയിലേക്ക് തിരിച്ചു വരും. മ്യൂട്ട് ഞാൻ മുഹമ്മദ് തിരിച്ചു വരാം ചെയ്തേക്ക്. കെയിലേക്ക്. പ്രവാചകനാണ്. മ്യൂട്ട് കെ ഇയാളെ അള്ളാഹു ആരെങ്കിലും ഒന്ന് മ്യൂട്ട് ഇംഗ്ലീഷിൽ കെ പറഞ്ഞ ചെയ്തേ. വാക്കാണ് കെ ഇതൊക്കെ. കെ അല്ലല്ല, കെ വിഷയം കെ വിഷയം മാറ്റണ്ട. അല്ലല്ല യൂനിസെ ഒരു വിഷയം സെക്കൻഡ് ഒന്ന് മാറ്റല്ലേ. മ്യൂട്ട് ചെയ്തേ. നിങ്ങളെ ഒരു ഗ്രന്ഥത്തിൽ സെക്കൻഡ്. തെളിവ് നീ വിഷയം മ്യൂട്ട് നമ്മൾ ചെയ്യടാ. മാറ്റുന്നില്ല. കെ ഒന്ന് മ്യൂട്ട് മ്യൂട്ട് ചെയ്യ്, ചെയ്തു. മ്യൂട്ട് ചെയ്യ്. ഈ ഞാനൊന്ന് സിസ്റ്റർ ക്ലോസ് പറഞ്ഞു ചെയ്യാം. കഴിഞ്ഞിട്ട് വരാം. ഞാനിതെല്ലാം ചോദിച്ച ചോദ്യം ഞാൻ ക്ലോസ് ചെയ്യാം. ഓക്കെ. ഇത്രയും സമയം സംസാരിച്ചുകൊണ്ടിരുന്നത് സിഹർ ബാധിച്ച ഒരു പ്രവാചകനെ പറ്റിയാണ്. ഓക്കെ. ഈ സിഹർ ബാധിച്ചു എന്നുള്ളതിന് വ്യക്തമായ ഒരു സൂറ ഞാനിവിടെ പറഞ്ഞു. അതുപോലെ സ്വന്തം ഭാര്യ പറഞ്ഞ ഹദീസ് ഞാനിവിടെ പറഞ്ഞു. ഈ മുഹമ്മദ് എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഖുറാൻ ദൈവം ഇറക്കിയതാണെന്നല്ല, പിശാച് ഇറക്കിയ ഒരു പുസ്തകം, അല്ലെങ്കിൽ അത് ഇറക്കിയെന്ന് പറയുന്ന ഇവര് പറയുന്നതുമല്ല, ആരെ കൊണ്ടെല്ലാമോ ഔട്ട്സോഴ്സ് ചെയ്ത് എഴുതിച്ച ഒരു പുസ്തകമാണ്. അതാണ് ലക്കും ലഗാനും തലയും വാലും ഉടലും ഒന്നുമില്ലാതെ ഇങ്ങനെ വേർപെട്ട് കിടക്കുന്നത്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാവുന്ന സത്യം. പക്ഷേ ഇന്ന് ലോകത്തില് 140 കോടി ജനങ്ങളൊക്കെ വിശ്വസിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇത്രയും മനുഷ്യരെ കബളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ പുസ്തകത്തിലെ നായകനായ, ഈ പുസ്തകത്തിലെ മാനവരിൽ മഹോന്നതന് നിങ്ങൾ വാഴ്ത്തുന്ന മനുഷ്യൻ, അവൻ ദുർമാർഗി ആയിരുന്നു എന്ന് ഇതേ കിതാബ് പറയുന്നു. അതുപോലെ അയാള് ദിവാസ്വപ്നം കണ്ട് 10-11 പെണ്ണുങ്ങളുടെ അടുത്തേക്ക് മാറി മാറി പോകുന്നതായിട്ട് ദിവാസ്വപ്നം കണ്ട് കിടക്കുകയായിരുന്നു എന്ന് സ്വന്തം ഭാര്യ പറയുന്നു. ഇതൊക്കെ വായിച്ചിട്ട് പോലും നിങ്ങളുടെ തലയില് ഇത് ഒന്ന് ബൾബ് കത്തുന്നില്ലേ? ഇയാൾ ഒരു ദുർമാർഗിയാണെന്നും സിഹർ ബാധിച്ചവനും തന്റെ ജൽപ്പനങ്ങളാണ് ഇതിലെ കുറെ കാര്യങ്ങളെന്നും നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? ഇതാണ് എന്റെ ചോദ്യം. ഇതിനെന്തായാലും ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വേറെ ഓക്കെ, സഹോദരന്മാർക്ക് എന്തെങ്കിലും താങ്ക് യു. ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ ഒന്ന് എടുക്കുവാണല്ലേ സിസ്റ്ററെ. യൂനിസ് ഇങ്ങനെ ഒരു ഗ്രന്ഥം ഇറക്കി കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യൂനിസെ ഇങ്ങനെ ഒരു ഗ്രന്ഥം ഇറക്കി കിട്ടിയെന്ന് യൂനിസ് വിശ്വസിക്കുന്നുണ്ടോ? മൈക്കെടുക്ക് യൂനിസെ. വിജു ബ്രോ, ഇന്ന് ലോകത്ത് വേറെ ഏത് ഗ്രന്ഥം ഉള്ളത്? ആധികാരമായിട്ട് ഞാൻ നിങ്ങൾക്ക് ചോദിച്ച കാണിക്കാൻ ചോദ്യത്തിന് നിങ്ങളെ കയ്യിൽ മറുപടി പറയൂ. ഗ്രന്ഥമുണ്ട്. ഞാൻ ഞാൻ ചോദിക്കുന്നുണ്ട്, ചോദിച്ച ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ബ്രോ വിശ്വസിക്കുന്നു, ഇവിടെ ഇരിക്കണത് നിങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വിശ്വസിക്കുന്നുണ്ട്, ഇവിടെ. ഞാനൊരു മുസ്ലിമാണ്. നിങ്ങൾ ഞാൻ വ്യക്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഉറക്കെ പറയും, ഞാൻ മുസ്ലിമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അതിലെഴുതിയിരിക്കുന്നതെല്ലാം വന്നിരിക്കുന്നത്. സത്യമാണ്. അതല്ലാതെ വേറെ ഗ്രന്ഥം അതിലെഴുതിയിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഉണ്ടോന്ന്? ഒച്ച വെച്ചിട്ട് കാര്യമില്ല യൂനിസ് ബ്രദറെ. അല്ലല്ല, ഒച്ച യൂനിസ് വെക്കണം. ബ്രദറെ, നിങ്ങൾ അണ്ണാക്കിൽ പിരിവെട്ടുമ്പോ നിങ്ങൾ ഒച്ച, അത് ചോദ്യത്തിന് ആവശ്യമില്ല മറുപടി പറയും. കാര്യം. ഞങ്ങൾക്ക് അണ്ണാക്കിൽ പിരിവെട്ടാനൊന്നും ഇല്ല. നിങ്ങൾക്ക് അണ്ണാക്കിൽ ഞങ്ങൾക്ക് പിരിവെട്ടണോണ്ട് എന്റെ ഒച്ചനെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്റെ പേര് സത്യം ഉണ്ടെങ്കിൽ ഞാൻ ആധികാരമായിട്ട് പറയണം. അതുകൊണ്ട് എനിക്ക് അതിനനുസരിച്ച് പറയാം. നിങ്ങളിങ്ങനെ പതുങ്ങി പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കണത്, നിങ്ങള് അംഗീകരിക്കാത്ത ഒരു ഗ്രന്ഥം നിങ്ങൾ ആധികാരമായി എങ്ങനെ കൊണ്ടുവരിക? അതല്ലേ നിങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥം അപ്പൊ അംഗീകരിക്കുന്ന ഇങ്ങനെ ഒരു നിങ്ങൾ ഗ്രന്ഥം ഗ്രന്ഥത്തിലാണ് ഇല്ല എന്നാണോ? അംഗീകരിക്കുന്ന ഗ്രന്ഥത്തിന്റെ ഇങ്ങനെ ഒരു തെളിവ് ഗ്രന്ഥം ഇല്ല കൊണ്ടുവരൂ. എന്നാണോ? നിങ്ങൾ യൂനസെ പറഞ്ഞത് ആരംഗീകരിക്കണം എന്ന് പറയുന്നത്? അള്ളാഹു നിങ്ങൾ ഇത് ഇബ്ലീസിനോട് അംഗീകരിക്കുന്നുണ്ടോ? പറഞ്ഞു എന്നാ പറഞ്ഞത്. നിങ്ങൾ ഞാൻ അംഗീകരിക്കുന്ന അത് ഗ്രന്ഥത്തിലാണ് ഞാൻ അപ്പൊ വീണ്ടും ഒരു ആവർത്തിക്കണം. പ്രവാചകന് ഞാൻ വട്ട് കിറുക്ക് അംഗീകരിക്കുന്നുണ്ട്. ഭ്രാന്ത് വന്നത് ഞാൻ അറിയാമോ? അംഗീകരിക്കുന്നുണ്ട്. കേക്ക് നിന്റെ അല്ല, കള്ളപ്രവാചകനാണ് വട്ട് സത്യ നിങ്ങൾ ബ്രദറെ, ഈ കിറുക്ക് ഗ്രന്ഥം ഭ്രാന്ത്. അംഗീകരിക്കണ്ടല്ലേ ബ്രോ? നിങ്ങൾ സത്യ ഈ ബ്രദറെ, ഗ്രന്ഥം ഒരു സെക്കൻഡ്. അംഗീകരിക്കണ്ടല്ലേ? അല്ലല്ല, ഒരു യൂനിസ് അപ്പൊ ഈ സെക്കൻഡ് ഏ ഗ്രന്ഥം പറഞ്ഞേ. അംഗീകരിക്കുന്നില്ലേ? ഞങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ യൂനിസും ഈ നിങ്ങൾക്ക് ഒന്ന് ഗ്രന്ഥത്തെ തെളിവ് തരും. അംഗീകരിക്കുന്നില്ലേ? നിങ്ങൾ ഞങ്ങൾ അംഗീകരിക്കാത്ത അംഗീകരിക്കാത്തതുകൊണ്ട് ഗ്രന്ഥത്തിന് യൂനിസ് ഈ ഗ്രന്ഥത്തെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ അംഗീകരിക്കുന്നുണ്ടോ തെളിവ് തരും? ഇല്ലയോ? എന്റെ ബ്രോ, യൂനിസ് ഈ ഗ്രന്ഥത്തെ അംഗീകരിക്കുന്നുണ്ടോ? യൂനിസ് ഈ 100 വട്ടം, ഗ്രന്ഥത്തെ 1000 വട്ടം, അംഗീകരിച്ച് ഇതിനനുസരിച്ചാണ് 1000 വട്ടം, ജീവിക്കുന്നത്. 1000 വട്ടം, ഇതിനനുസരിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ 1000 വട്ടം. നിങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഈ സത്യമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഗ്രന്ഥം സത്യമാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കല്ലേ, ഞങ്ങൾക്കാണോ? അതിന് അതല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങളത് നിങ്ങൾ പറയുന്നത് ഓക്കെ, നിങ്ങളത് കറക്റ്റ് നിങ്ങളത് കറക്റ്റ് നിങ്ങളത് പോയിന്റ് ഞങ്ങളെ തരും. അത് ഓക്കെ, ബോധ്യപ്പെടുത്തുന്നതിന് കറക്റ്റ് ബ്രോ. മുമ്പേ ഇനി ഞാൻ പറയട്ടെ. യൂനിസെ ഓക്കെ പറയുന്നത് ഓക്കെ, കേൾക്കൂ. കറക്റ്റ് ആണ് ബ്രോ നിങ്ങളത് പറഞ്ഞ്, വളരെ യൂനിസെ കറക്റ്റ് ആണ്. ഭദ്രല്ല, വാദം കേൾക്കാൻ കറക്റ്റ് പറ്റും. ആണല്ലോ. വാദം കറക്റ്റ് നിങ്ങൾക്കല്ലല്ലോ. ആണെങ്കിൽ എന്റെ അല്ലല്ല, ചോദ്യം കേൾക്കൂ. വാദം കറക്റ്റ് ആണ്. കറക്റ്റ് ആണെങ്കിൽ എന്റെ ചോദ്യം കേൾക്കൂ. ആർക്കാണ് വാദം? ഞങ്ങൾക്കാണോ എന്റെ നിങ്ങൾക്കാണോ? ചോദ്യം ഓക്കെ കേൾക്കൂ യൂനിസെ. വെറുതെ ആ ഒച്ച എടുത്തിട്ട് കാര്യമില്ല. യൂനിസെ, നിങ്ങൾ ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആദ്യം ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാലല്ലേ ഞങ്ങൾക്ക് ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടു.
ആ കണ്ടത് സത്യമാണോ എന്നാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്. ഇങ്ങനെ മാരണം ബാധിച്ചു എന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു, അത് സത്യമാണോ എന്ന് നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തൂ. അപ്പോഴല്ലേ ഞങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ, അപ്പോഴല്ലേ ഈ സത്യത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല, ഇത് സത്യമാണെന്ന് അംഗീകരിക്കുന്നില്ല. ഇത് ഒരു ദൈവത്തിന്റെ പ്രവാചകന് ഇങ്ങനെ മാരണം ബാധിച്ച് കാര്യങ്ങൾ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെക്കാനോ പ്രവർത്തിക്കാനോ പറ്റില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങളത് അത് സത്യമാണെങ്കിൽ അത് ബോധ്യപ്പെടുത്തൂ. ഒരു ദൈവത്തിന്റെ പ്രവാചകൻ ഇങ്ങനെ മാരണം ബാധിച്ച് ബുക്കില് മനസ്സിലായി ബ്രോ, കാര്യങ്ങള് മനസ്സിലായി, എഴുതി പറയട്ടെ. വെക്കും. ഓക്കെ, ബോധ്യപ്പെടുത്തും മനസ്സിലായി. ബോധ്യപ്പെടുത്തും അതാണ് ലീ സിസ്റ്റർ ചോദിച്ചത്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ലീ സിസ്റ്ററിന്റെ ചോദ്യം നിങ്ങളെ ഉത്തരം വളരെ കറക്റ്റ് ആണ്. ബാദർ ഞങ്ങൾക്കാണ്, അത്രയല്ല. അതല്ല ഇപ്പൊ നിങ്ങളെ ഞാൻ ചോദിക്കണത്, തെളിവ് ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും? ഒന്നാമത് നിങ്ങൾ ഖുർആൻ അംഗീകരിക്കണില്ല. നിങ്ങൾ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഖുർആന് തെളിവെക്കാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ സമ്മതിക്കണം എന്ത്, ഈ ഖുർആൻ ദൈവത്തിന്റെ ഗ്രന്ഥാണെങ്കിൽ നിങ്ങൾ ഖുറാനിലുണ്ടോ അത് തെളിവുണ്ടോ? കംപ്ലീറ്റ് ചെയ്ത ബ്രോ. മാരണം സത്യം, ബാധിച്ചില്ല നിങ്ങൾ എന്ന് തെളിവുണ്ടോ? കരയാതെ ബ്രോ. ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. നിങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥം ഏതാണോ അത് പറയൂ, അതിന് വേണമെങ്കിൽ ഞാൻ അതിന് തെളിവ് തരാം. നിങ്ങൾ അല്ല, അംഗീകരിക്കുന്ന ഗ്രന്ഥം തെളിവാണ്. നിങ്ങൾ ഞങ്ങളിങ്ങനെ ഖുർആൻ ഒരു ഗ്രന്ഥമുണ്ട് എന്ന് അംഗീകരിക്കാത്തോളം കാലം ഞാൻ അംഗീകരിക്കുന്നുണ്ടെന്നേ. എവിടെ ഇങ്ങനെ ഒരു എന്റെ ഗ്രന്ഥമുണ്ട് എന്ന് സെന്റൻസ് ഞങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അംഗീകരിക്കുന്നുണ്ടെന്നേ. സെന്റൻസ് ഒന്ന് ഇന്ന് കംപ്ലീറ്റ് ഇന്ന് ചെയ്യട്ടെ ബ്രോ. ഇങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട് എന്ന് ഞങ്ങൾ എന്തൊരു അംഗീകരിക്കുന്നു. നിങ്ങൾ അതിൽ കരച്ചിലാണ്. നിന്ന് തെളിവ് കൊണ്ടുവരൂ. കരയല്ല ബ്രോ, നിങ്ങൾ അതിൽ നിന്ന് തെളിവ് ബ്രദറെ, കൊണ്ടുവരൂ. ഇങ്ങനെ അങ്ങേരുടെ മണ്ടത്തരം എന്റെ ബ്രോ പറയട്ടെ. കരയല്ലേ? എല്ലാരും കൂടെ ബ്രദറെ, കരയല്ലേ? അങ്ങനെ എല്ലാരും കൂടെ അങ്ങേരുടെ കരയല്ലേ? മണ്ടത്തരം പറയട്ടെ. കരയാതിരുന്നേ. അല്ലല്ല, അല്ല, അങ്ങേരുടെ എല്ലാരും കൂടെ ഖുറാനിലുള്ള മണ്ടത്തരം സാർ കരയല്ല. പറയട്ടെ. പറഞ്ഞിട്ടുണ്ട്, ശരി, മുഹമ്മദ് നിങ്ങൾ നസീർ അംഗീകരിക്കാത്ത ബാധിച്ചിട്ടില്ല. ഗ്രന്ഥത്തിന് ഒന്ന് ഞാന് ഒന്ന് മ്യൂട്ട് തെളിവ് ചെയ്യോ? കൊണ്ടുവന്ന നിങ്ങൾ അത് അംഗീകരിക്കുന്ന ചോദ്യം. നിങ്ങൾ ഒന്ന് മ്യൂട്ട് ചെയ്യോ? അംഗീകരിക്കാത്ത അപ്പൊ ഗ്രന്ഥത്തിന് ഞാൻ അപ്പൊ തെളിവ് ഇങ്ങനെ ഒരു വന്നാൽ നിങ്ങൾ ഗ്രന്ഥം അത് ഇല്ല അംഗീകരിക്കുമോ? എന്നാണോ കേക്കയുടെ വാദം? ഇങ്ങനെ ഒരു ഗ്രന്ഥം ഇല്ല തെളിവുണ്ട്, എന്നാണോ ഖുർആനിൽ കേക്കയുടെ വാദം? തെളിവുണ്ട്. ഖുർആൻ എന്നാ തെളിവ് എടുത്തോ, വെച്ചാൽ നിങ്ങൾ ഖുർആനിൽ ഖുറാനിൽ നിന്ന് അംഗീകരിക്കണ്ടോ തെളിവെടുക്ക, ഇല്ലേ? നിങ്ങൾ ഖുർആനിൽ തെളിവ് പറയൂ. അംഗീകരിക്കണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ എന്തിനാ ഇങ്ങനെ ഖുറാൻ അംഗീകരിക്കാം. ഇങ്ങനെ അംഗീകരിക്കണം? ആ ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾ തെളിവ് ഖുറാൻ മുഹമ്മദ് സത്യമാണെന്ന് തന്നെ ഞാൻ അല്ല 100 വട്ടം ജിബോർ റെഡിയാണ്. ബ്രദറെ, ജിബോർ ബ്രദറെ, ഒരു സെക്കൻഡ്, ഖുർആൻ ദൈവിക ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഗ്രന്ഥമാണ് എന്ന് നിങ്ങൾ കെ കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കെ ഈ കെ ദൈവിക കെ കെ ഗ്രന്ഥത്തിന് തെളിവ് വെക്കാൻ ഞാൻ യൂനിസെ റെഡിയാണ്. യൂനിസെ നിങ്ങൾക്ക് യൂനിസെ നിങ്ങൾക്ക് യൂനിസെ അങ്ങനെ യൂനിസെ ധൈര്യമുണ്ടെങ്കിൽ യൂനിസെ സത്യമുള്ള യൂനിസെ തെളിവ് അംഗീകരിക്കണമെങ്കിൽ യൂനിസെ പറയും, അംഗീകരിക്കും. യൂനിസ് പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. യൂനിസ് ആദ്യം അംഗീകരിച്ചതാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടെന്നും അത് സത്യമാണെന്നും ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത യൂനിസിനാണെന്ന് യൂനിസ് ആദ്യം പറഞ്ഞതാണ് ഇവിടെ. ആ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും യൂനിസ് അത് ഞങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് യൂനിസ് അത് കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നതിൽ സത്യസന്ധതയില്ല. അത് മാരണം ബാധിച്ച ആളുടെ പണിയാണ്. ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ജെയിംസ് സാർ ഉണ്ട്. എനിക്ക് ഒരു ചോദ്യം ജെയിംസ് ചോദിക്കാൻ പറ്റുമോ? ബീച്ചാൻ ഒന്ന് ചോദിച്ചാൽ മതി യൂനിസിനോട്. തലവേദന എടുത്തിട്ട് കയറി വന്ന യൂനിസ് ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നത് അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ അംഗീകരിക്കാത്തത് കൊണ്ട് റേപ്പിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോളിസീസ് ഇങ്ങനെ അംഗീകരിക്കില്ല. ഗവർണറുടെ ഒപ്പാണെന്ന് തെളിയിക്കേണ്ട കള്ളനോട്ട് കൊണ്ടുവന്നവനാണ് അതിന്റെ ചുമതല അപ്പം എന്ന് യൂനിസ് പറഞ്ഞതുപോലെ. അംഗീകരിക്കാത്ത കാര്യങ്ങള് സോറി ജെയിംസ് സർ, ഞാൻ കേട്ടില്ലായിരുന്നു. ജെയിംസ് സർ സംസാരിച്ചോളൂ. യാ ഒരുത്തൻ കള്ളനോട്ടുമായിട്ട് ബാങ്ക് ജെയിംസ് സാറിന്റെ ഒച്ച ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കേൾക്കാഞ്ഞെന്ന് തോന്നുന്നു. അതെ, ഇടയ്ക്ക് ജെയിംസ് സാറിന്റെ വോയിസ് വോയിസ് ബ്രേക്ക് പോയിട്ടുണ്ട്. ആവുന്നുണ്ട് സാറിന്റെ. നിങ്ങള് യൂനിസെ ജെയിംസ് സാറെ സൗണ്ട് തെളിവ് പോയി. ഖുറാനിൽ അല്ല, വെച്ച് നിങ്ങൾ ഒരു ഖുറാൻ അത് ചോദ്യം. അംഗീകരിക്കില്ലേ? ദൈവത്തിന്റെ ഗ്രന്ഥമാണെന്ന് തെളിയിക്കാനുള്ള ഖുറാനിൽ ചുമതല നിക്ക് യൂനിസ് കേക്കാണ്. ഒന്ന് ബ്രോ, വെയിറ്റ് ഞാൻ ചെയ്തേ. ഖുറാൻ കേക്ക് ജെയിംസ് സാറെ, സത്യമാണെന്ന് തന്നെയാണ് അതിനുള്ള തെളിയിച്ചാൽ ഉത്തരവ്. ജെയിംസ് സാറെ അത് ഇടയ്ക്ക് കട്ടായി തെളിവ് പോകുന്നുണ്ട് ഖുറാനെന്ന് സാറിന്റെ വെച്ചാൽ സൗണ്ട്. നിങ്ങൾക്കത് അംഗീകരിക്കാനുള്ള ആർജവം ഉണ്ടോ ഇല്ലേ? ആർജവം ഉണ്ടെങ്കിൽ അത് പറയും. നിങ്ങൾ സത്യം പറഞ്ഞ എന്തൊരു മണ്ടനാണെന്ന് ആർജവമുണ്ട്. ജിബോർ ബ്രദറെ ആർജവമുണ്ട്. ജിബോർ ബ്രദറെ ആർജവമുണ്ട്. കോൺട്രഡിക്ഷൻ ഇല്ലാത്ത തെളിവ് നിങ്ങളുടെ ഖുറാനിൽ തന്നെ കോൺട്രഡിക്ഷൻ ഇല്ലാത്ത തെളിവാണെങ്കിൽ അതില് ഞങ്ങൾ അത് അംഗീകരിക്കും. നിങ്ങളുടെ പുസ്തകം സത്യമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കും. കോൺട്രഡിക്ഷൻ ഇല്ലാത്ത തെളിവ് കൊണ്ടുവരണം. അല്ല ജെയിംസ് സാറിന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നേ. ജെയിംസ് സാർ ആയതുകൊണ്ട് പറയാൻ വന്നു. ജെയിംസ് സാറെ പ്ലീസ്, ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു സൗണ്ട്. ജെയിംസ് സാറെ അൺമ്യൂട്ട് ആകുന്നു. ജെയിംസ് സാറിന്റെ റേഞ്ച് ക്ലിയർ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അബ്രഹാം ബ്രദറെ, സോറി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി. യൂനിസ് ഒച്ച എടുത്തതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്ക് കയറേണ്ടി വന്നത്. സോറി. അല്ല, നമ്മൾ ഞാൻ എല്ലാവരിലേക്കും ആലോചിക്കുക, ഇപ്പൊ രാമായണം നമ്മൾ വിമർശിക്കുക, അല്ല മഹാഭാരതം വിമർശിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ സമ്മതിക്കുന്നോന്ന് ചോദിച്ചിട്ടേ ഇത് ചെയ്യത്തുള്ളൂ. എന്ത് മണ്ടനാ നോക്ക്. ഒരു മിനിറ്റ്. ഇപ്പോ ഈ ഖുറാൻ പിന്നെ മുസ്ലിങ്ങളുടെ ഗ്രന്ഥമാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നു. അതിനിപ്പോ എന്താ കുഴപ്പം? അതിൽ വിശ്വസിക്കുന്നോന്ന് ഇവന്റെ ചോദ്യം. അതെങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നത്?
ഞാൻ അവരുടെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഗ്രന്ഥമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഗിബോർ അംഗീകരിക്കുന്നു. ബ്രദറെ, ഞാൻ വിശ്വസിക്കുന്നത് അത്രേ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഞാൻ കാണുന്ന വിശ്വസിക്കുന്നുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് കേട്ടെ മോഹൻരാജ് ബ്രദറെ, ഞാൻ ഇത് മുതുപിശാചിൽ നിന്ന് മുതുപിശാജ് ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഞാൻ 100% വിശ്വസിക്കുന്നു. ഐ സപ്പോർട്ട്. ആ വിശ്വാസം എനിക്കുണ്ട്. അല്ല, അത് നമ്മൾ വിശ്വസിക്കുന്നു. ഇത് പിശാചിൽ നിന്നുള്ളതെന്ന് വിശ്വസിക്കുക. അതിന്റെ തെളിവാണ് ലീ സിസ്റ്റർ പറഞ്ഞത്. ഈ ഉത്തരം ഇത് യൂനിസ് ഇതിന് ഉത്തരം പറഞ്ഞ അതിന്റെ അർത്ഥം മുഹമ്മദിനെ സ്വാധീനിച്ചത് പിശാജാണെന്നാണ്, അല്ലെങ്കിൽ അള്ളാഹു പിശാജാണെന്ന് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ പുള്ളി ഇപ്പൊ ഖുറാൻ അംഗീകരിക്കാത്തതും ഖുറാനിൽ നിന്ന് തെളിവെടുക്കാത്തതും. ഇപ്പൊ പുള്ളി അത് ഖുറാൻ കേട്ടപ്പോ ഓടിയല്ലോ, അംഗീകരിക്കുന്നില്ല. മുതുപിശാജ് എന്നാണ് കേട്ടപ്പോ ഓടിയോ? നമ്മുടെ പ്രിയ സുഹൃത്ത് ഓടിപ്പോയെന്നു. ജെയിംസ് സാറെ മൈക്ക് എടുത്തോളൂ. ജെയിംസ് സാറെ ഇടയ്ക്ക് സൗണ്ട് ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഞാൻ പറയാൻ ശ്രമിച്ചത്, ഒരുത്തൻ ഒരു കള്ളനോട്ടും കൊണ്ട് ബാങ്കിൽ വന്നാൽ ബാങ്കുകാർ പറയുന്നത് കള്ളനോട്ടാണ്, അതിലെ ഒപ്പ് റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പല്ലെന്ന് പറയുന്നു. ആ ഒപ്പ് റിസർവ് ബാങ്ക് ഗവർണറുടെ ആണെന്നും ഒറിജിനൽ നോട്ടാണെന്നും തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കള്ളനോട്ടും കൊണ്ട് വന്നവനാ എന്ന് പറഞ്ഞതുപോലെ ഒരു വ്യാജ ഗ്രന്ഥവുമായിട്ടാണ് ഇവന്മാരെല്ലാം വരുന്നത്. അല്ല, അത് ശരിയാണെന്ന് തെളിയിക്കാനുള്ള ചുമതല അവർക്ക് തന്നെയാണ്, ഒരു സംശയവും. KNO പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവര് തന്നെയാണ് തെളിയിക്കേണ്ടത്. പിന്നെ നമ്മൾ അംഗീകരിക്കോ ഇല്ലയോ എന്നൊന്നും വിഷമിക്കേണ്ട, കാരണം ഇത് ധാരാളം പേര് കേൾക്കുന്നതാണല്ലോ. 75-ലധികം പേര് ഇപ്പം കേട്ടോണ്ടിരിക്കുന്ന ഒരു ഇതാണല്ലോ. നമുക്ക് ബോധമില്ലെങ്കിലും ബാക്കിയുള്ളവർക്കെങ്കിലും ബോധമുണ്ടെന്ന് അങ്ങ് വിചാരിക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ളവരുടെ മുന്നേ തെളിയിക്കട്ടെ. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ഓക്കെ, സ്വീകരിക്കില്ല ഞാൻ പറയട്ടെ, എന്ന് നേരത്തെ അങ്ങ് തെളിയിക്കട്ടെ തീരുമാനിച്ചൊന്നും ബ്രോ. പറയണ്ട. അപ്പൊ ഈ പുസ്തകം ഓക്കെ, ശരിക്കുള്ള പുസ്തകം പുസ്തകമാണ്, ദൈവിക ഗ്രന്ഥമാണെന്ന് തെളിയിക്കുക. അതാണ് കെയുടെ ചുമതല. താങ്ക് യു. ഓക്കെ. സഹോദരന്മാരെ പ്രൈസ് ലോർഡ്. ബ്രദറെ കെ സെക്കൻഡ്. പറഞ്ഞു. ഇപ്പൊ ജെയിംസ് സാർ പറഞ്ഞു കേട്ടില്ലേ? കെ മൈക്ക് എടുത്ത് സംസാരിക്കും. ഓക്കെ, വെറും 23 വർഷം കൊണ്ട് 1 ലക്ഷത്തോളം ഉണ്ടായിരുന്ന ആളുകൾ വന്ന് 200 കോടിയിൽ എത്തിക്കുകയാണ്. ഈ 200 കോടി ആളുകൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇവര് പഠിച്ച് തെറ്റ് വരുവേ മനസ്സിലാക്കി അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഉണ്ടാവുമെന്ന്. കംപ്ലീറ്റ് ചെയ്യേണ്ട. ഇടയ്ക്ക് എന്തൊരു കയറില്ല, കഷ്ടമാണ്! നിങ്ങൾ മോഹൻ ബ്രദർ, തെളിവല്ലേ പ്ലീസ് പ്ലീസ്. നിങ്ങൾ എന്തിനാ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഇടയിൽ കയറണത്? ഒരു പറ. സെക്കൻഡ് കൊണ്ട് പറഞ്ഞ് 200 കംപ്ലീറ്റ് കോടി. ചെയ്യട്ടെ. പറ. അല്ല, നിങ്ങൾക്ക് തെളിവ് വേണ്ടേ? ഖുർആന് സത്യമാണെന്ന് മനസ്സിലാക്കാത്ത ആളാണ് 200 കോടി എന്നാണ് നിങ്ങൾ പറയണത്. ഓക്കെ, ഞാൻ ചോദിക്കണത്, ഞാൻ ഖുർആന് തെളിവ് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഖുർആനെ അംഗീകരിക്കാത്ത ആളുകളാണ്. നിങ്ങൾ വെക്കണ തെളിവ് ഫുള്ള് ഖുർആനാണ്. അപ്പൊ ഖുർആൻ അംഗീകരിക്കാത്ത നിങ്ങൾ എന്തുകൊണ്ട് ഖുർആൻ ആധികാരികമായിട്ട് നിങ്ങൾ പറയണ്ടല്ലോ? ഇതിനും വലിയൊരു തെളിവ് വേറെ വേണ്ടെന്ന് നിങ്ങൾ പറയണത്. ഞാൻ ചോദിക്കണത്, ഞങ്ങള് പറഞ്ഞില്ല, ഖുർആൻ അത് നിങ്ങൾ കംപ്ലീറ്റ് ഇടയ്ക്ക് പറയുന്നതാണ്. കയറില്ല. അല്ല പൂർത്തിയാക്ക. അല്ല ഇടയ്ക്ക് കയറില്ല, പ്ലീസ് ഓക്കെ. പ്ലീസ് പ്ലീസ്. ജിബോർ ബ്രദർ പുള്ളി പറയട്ടെ. യൂനിസ് പറ. മക്കയിലും മദീനയിലായിട്ട് വന്നൊരു മതം ഇന്ന് ലോകത്ത് മുഴുവനായിട്ട് ഇന്ന് 200 കോടിയിലെത്തി നിൽക്കുകയാണ്. 200 കോടിയിലെത്തി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കണത്, ഗ്രന്ഥം അംഗീകരിക്കാത്ത നിങ്ങളോട് ഞാൻ ഗ്രന്ഥത്തിന് തെളിവ് വെച്ചാൽ നിങ്ങൾ ആ ഗ്രന്ഥത്തെ അംഗീകരിക്കുമോ? പിന്നെ ഞാൻ ഒരു നിങ്ങൾ ചോദ്യം ഓൾറെഡി സിസ്റ്റർ ഒരു സെക്കൻഡ്, കെ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ഓക്കെ, ഇത് തീർന്നു. ഒരൊറ്റ കാര്യം, ഒറ്റ സെന്റൻസും കൂടെ ഉള്ളൂ. ഓൾറെഡി നിങ്ങൾ പറഞ്ഞത് ഇതൊരു ടിഷ്യൂ പേപ്പർ എന്നാണ് നിങ്ങളെ വാദം. ടിഷ്യൂ പേപ്പർ എന്നാണ് നിങ്ങൾ ഇതുവരെ നിങ്ങളിവിടെ തെളിവ് വെക്കണത്. നിങ്ങൾ ടിഷ്യൂ പേപ്പറിന് എടുത്ത് വെക്കണ തെളിവ് നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പില്ല, നിങ്ങൾ ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് ആധികാരികമായിട്ട് ഗ്രന്ഥമായതുകൊണ്ടാണ് ഇതല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ഇങ്ങനെ ഒരു നിങ്ങളെ ഗ്രന്ഥത്തിന് വെക്ക് തെളിവ്. ഇതിൽ ഇങ്ങനെ പറയണ്ട, അതുകൊണ്ട് ഈ ഗ്രന്ഥം തള്ളപ്പെടണമെന്ന്. ഖുർആനില് ഞാൻ നിങ്ങൾക്ക് തെളിവ് കാണിച്ചെന്നാല് നിങ്ങളത് അംഗീകരിച്ചാണ്ട് വിശ്വസിക്കാൻ തയ്യാറാ? അത് നിങ്ങൾ ഓൾറെഡി ഇപ്പൊ വിശ്വസിക്കാത്ത ആളുകളാണ്. അല്ല, ആയത് കെ കാരണം എന്തിനാണ് ഞാനത് ഖുർആനിൽ ഞാനിതിന് മറുപടി പറയാം. അത് തെളിവ് വെക്കണേ? ഒരു അംഗീകരിക്കുമോ മിനിറ്റ് ഇല്ലേ? ബ്രദറെ, ഞാൻ നിങ്ങൾ മറുപടി അത് പറയാം. അംഗീകരിക്കുമോ ഓക്കെ, ഇല്ലേ? ഞാൻ ചോദിച്ച ഒരു ചോദ്യം ചോദ്യം എന്തിനാ തെളിവ് വെക്കണേ എന്ന് ചോദിക്കണേ? നിങ്ങൾ ഹലോ, ഇപ്പോഴും ഖുർആൻ യൂനുസെ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ. ഏറ്റവും വലിയൊരു യൂനുസെ തെളിവ് വേറെ മ്യൂട്ട് ചെയ്തോ. വേണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് മനസ്സിലായി, നീ പറയുന്നത് സത്യമാണ് മനസ്സിലായി. തെളിഞ്ഞിട്ട് മ്യൂട്ട് ചെയ്യൂ. 15-42 മ്യൂട്ട് ചെയ്യൂ. ഇത്രയും സമയം ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ കിതാബ് വിശ്വസിക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. പക്ഷെ നിങ്ങളുടെ വേദവാക്യമാണിത്.
നിങ്ങളുടെ അള്ളാഹു ഇറക്കിത്തന്ന കാര്യത്തിൽ നിങ്ങളുടെ ഈ പ്രവാചകൻ സിഹർ ബാധിക്കാൻ കാരണമായത് അയാളൊരു ദുർമാർഗി ആയതുകൊണ്ടും പിശാചിനെ പിന്തുടരുന്നവനുമായതുകൊണ്ടാണെന്നാണ് ഞാൻ ആയത്ത് വായിച്ച് ഹദീസ് വായിച്ച് പറഞ്ഞത്. അതിനൊരു ഉത്തരവും പറയാതെ ഈ പുസ്തകത്തിന്റെ ആധികാരികതയിൽ കയറി പിടിച്ചിട്ട് നീ ഇവിടെ കിടന്ന് തൂങ്ങിക്കിടന്നാൽ ശരിയാവില്ല. ഓക്കെ, മര്യാദയ്ക്ക് സംസാരിക്കുകയാണ്. രണ്ടാമത് 200 കോടി ജനങ്ങള് ഈ കാര്യം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. 300 കോടി ജനങ്ങൾ ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്നു. അപ്പൊ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ നോക്കുന്നത്. മാക്സിമം എത്ര പേരാണ് ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നത്, അതാണ് ശരിയെങ്കിൽ അപ്പൊ ക്രിസ്ത്യാനിറ്റി അല്ലേ ശരി? 300 കോടി ഉണ്ട്, 3 ബില്യൺ ഉണ്ട് ക്രിസ്ത്യാനികള്. നിങ്ങൾ 2 കോടിയിൽ എത്തിയിട്ടില്ല, 200 എത്തിയിട്ടില്ല. കാരണം ഞാൻ പറയാം, നിങ്ങൾ ഈ കണക്കെടുക്കുന്നത് ഇപ്പൊ അതെന്തോ ആകട്ടെ, ഇവരെങ്ങനെയാ പറയുന്നത്? മുസ്ലിം രാഷ്ട്രങ്ങളുടെ ജനങ്ങളുടെ എല്ലാം കൂടി കണക്ക് ഒറ്റയായിട്ട് അങ്ങ് എടുത്തിട്ട് അതിനൊരു നമ്പർ അങ്ങ് ഇടും. ഇറാനില് ഓൾറെഡി 60% പേര് ഇസ്ലാം വിട്ടു. അനേക രാജ്യങ്ങളിൽ, പാകിസ്ഥാനിൽ തന്നെ എത്ര പേരാണ് മതം വിട്ടിരിക്കുന്നത്? MBS തന്നെ മതം വിട്ട രീതിയിലാണ് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. മനസ്സിലായോ? കേരളത്തിൽ അപ്പോ 3% ആൾക്കാരെ വിട്ട്. അതും പോട്ടെ, അത് മതത്തില് എത്ര മെമ്പേഴ്സ് ഒരു മതത്തിന്റെ ഫോളോവേഴ്സ് ആണ് കണക്കെങ്കിൽ ക്രിസ്ത്യാനിറ്റിയാണ് 3 ബില്യൺ ഉണ്ട് ഫോളോവേഴ്സ്. മനസ്സിലായോ? അപ്പൊ അതല്ലേ ശരി? ഈ പറയുന്ന കാര്യത്തിനൊക്കെ ഒരു ലോജിക് ഒക്കെ വേണം. വീണ്ടും ഈ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, ഇബ്ലീസിനെ പിന്തുടരുന്ന ദുർമാർഗികളുടെ മേലെ മാത്രമേ ഇബ്ലീസിന് അധികാരമുള്ളൂ. അങ്ങനെയെങ്കിൽ മുഹമ്മദിന് എങ്ങനെ സിഹർ ബാധിച്ചു? താൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായിട്ട് തോന്നിത്തുടങ്ങി എന്ന് ഭാര്യ പറയുന്നു. അപ്പൊ ഇയാള് ദുർമാർഗിയാണ്, പിശാചിനെ പിന്തുടരുന്നവനാണ്, സിഹർ ബാധിച്ചവനാണ്. ഇയാൾ ഇറക്കിയ ആയത്ത് വിശ്വസിക്കുന്നത് ഏറ്റവും അപകടകരവും യുക്തിരഹിതവും. പിശാചിനെ പിൻപറ്റിയവനെ എങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. അതിന് ഇതുവരെ ഉത്തരം വന്നിട്ടില്ല. ഇനി ഉത്തരം വേണ്ട. അതിന് ഉത്തരം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ചോദിച്ചു എന്ന് മാത്രം. റിജി ബ്രദർ ഇപ്പൊ വരാവേ. മിസ്സസ് സിസ്റ്റർ ഒന്ന് മൈക്ക് എടുക്കാവോ? നസ്രീൻ ബ്രദറെ പ്രൈസ് ദി ലോർഡ്. എൽഷദായ് ബ്രദറെ പ്രൈസ് ദി ലോർഡ്. മിസ്റ്റർ സിസ്റ്ററെ. അല്ല ബിജു, ഞാനിപ്പോ ലീസിസ്റ്റ് പറഞ്ഞോളൂ, ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. മോഹൻരാജ് ബ്രദറെ ഒരു സെക്കൻഡ് ടൈം തരണേ. കൊടുത്തേക്ക് സംസാരിക്കാൻ. ഓരോരുത്തരും ഇതും സംസാരിക്കാൻ ടൈം എടുക്കുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും കൊടുത്തിട്ട് ഇനി നമ്മൾ യൂണിറ്റ്സിലേക്ക് പോകും. ഞാനിപ്പോ ലീസിസ്റ്റ് പറഞ്ഞതിനോട് ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ശരി. അല്ല, ഇപ്പൊ കെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ ഒരു ഡിബേറ്റിന് വരുന്ന